barbed wires of criticism, and the march will continue. For we are not just practicing journalism, but scripting a new perspective and molding a new media culture. Asianet News, straight, bold, relentless. No. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ, നമുക്കറിയാത്തതാ. നമ്മൾ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ തീരുമാനിക്കുന്നു, അത്ര തന്നെ. നിനക്ക് ഞാൻ അത് ശരിയല്ല. ഓരോ വ്യക്തിക്കും അഭിപ്രായമുണ്ട്. അത് പറയാനുള്ള അവകാശമുണ്ട്, പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഒന്നും അടിച്ചേൽപ്പിക്കാനാവില്ല, സമൂഹത്തിലായാലും വ്യക്തിയിലായാലും. മനസ്സിലായല്ലോ അല്ലേ? സിന്ധു ചേച്ചി, കവർ സ്റ്റോറിക്ക് വേണ്ടി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. പക്ഷെ നിർബന്ധമായിട്ട് അത് ചെയ്യണം കേട്ടോ. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് സംസാരിക്കണം എന്ന് കരുതുക. നമുക്കതിനെ കുറിച്ച് കുറച്ചെങ്കിലും. കവർ സ്റ്റോറി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പക്ഷം. എല്ലാ ശനിയാഴ്ചയും രാത്രി 9:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ. നിറം ചേർക്കാതെ സത്യത്തിന് മീതെ വെളിച്ചം വീഴ്ത്തുന്ന കാഴ്ചയുമായി ഏറ്റവും ആദ്യം എത്തിക്കുക എന്നതിനപ്പുറം ഇഴകീറി കണ്ടെത്തുന്ന വാർത്തയിലെ യാഥാർത്ഥ്യം. സത്യമറിയാൻ ഏവരും അർപ്പിച്ച വിശ്വാസം, സത്യമറിയിക്കാൻ പ്രതിജ്ഞാബദ്ധം. കുറ്റവാളികൾക്ക് നേരെ തുറന്നു വെച്ച ക്യാമറ കണ്ണുകൾ. FIR രാത്രി 10:30 ഏഷ്യാനെറ്റ് ന്യൂസ്. ഒരു ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത, ആ വാർത്തയുടെ സത്യം തേടി ജനപക്ഷത്ത് നിന്ന് നേരിനു വേണ്ടി നിർഭയമായി നിരന്തരം മുഴങ്ങുന്ന ചോദ്യങ്ങൾ. മലയാളിയുടെ വാർത്താവബോധവും വീക്ഷണവും സത്യാന്വേഷണവും ഇവിടെ പോർത്തൊടുക്കുന്നു. ന്യൂസ് അവർ ഡിബേറ്റ് എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഏറ്റവും ആദ്യം, ഏറ്റവും കൃത്യമായി, ഏറ്റവും പാർലമെന്റിൽ പ്രതിപക്ഷം അടിസ്ഥാനമില്ല. ഒരു വാർത്താ ദിനം തുടങ്ങുമ്പോൾ ചുറ്റും സംഭവിക്കുന്നതെല്ലാം അപ്പോൾ നിങ്ങളിലേക്ക്. ഇപ്പോൾ സംഭവിക്കുന്നത് രാവിലെ 10 മണിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ. ഒരു ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത, ആ വാർത്തയുടെ സത്യം തേടി ജനപക്ഷത്ത് നിന്ന് നേരിനു വേണ്ടി നിർഭയമായി നിരന്തരം മുഴങ്ങുന്ന ചോദ്യങ്ങൾ. ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാൻ ഇത്തരം പ്രശ്നങ്ങൾ മലയാളിയുടെ വാർത്താവബോധവും വീക്ഷണവും സത്യാന്വേഷണവും ഇവിടെ പോർത്തൊടുക്കുന്നു. ന്യൂസ് അവർ ഡിബേറ്റ് എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ. പാമ്പും കൊണിയും കളി പോലെയാണ് ഓഹരി വിപണിയിലെ നിക്ഷേപം. നല്ല ഓഹരികൾ കണ്ടെത്താനായാൽ ഈ കളി എളുപ്പത്തിൽ ജയിക്കാനാകും. മാർക്കറ്റ് വാച്ച്, ഓഹരി വിപണിയിലെ നിങ്ങളുടെ വഴികാട്ടി. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12:30. അമേരിക്കൻ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ, അമേരിക്കയെ ആഴത്തിലെറിഞ്ഞ വിശകലനങ്ങൾ, ലോകത്തെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നിങ്ങളിലേക്ക്. പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തോടെ തത്സമയം ചുറ്റുവട്ട കാഴ്ചകൾ പോലെ അമേരിക്കയുടെ ഓരോ ചലനങ്ങളും. അമേരിക്കയെ അറിയാൻ അമേരിക്ക ഈ ആഴ്ച ഏഷ്യാനെറ്റ് ന്യൂസിൽ.
ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ട്വിറ്റർ, വാട്സപ്പ് എല്ലാത്തിലും എനിക്ക് അക്കൗണ്ട്. എന്നോട് കളിച്ചാലേ പൊങ്കാലയിട്ടുള്ള ഞാൻ പൊങ്കാല. വെല്ലുവിളിക്കാനൊക്കെ എളുപ്പമാണ്. ആശയം, അഭിപ്രായം, പ്രതിഷേധം അവതരിപ്പിക്കുന്ന വേദിയാണ് പ്രധാനം. നേർക്കുനേർ, നേരുറപ്പുള്ള സംവാദം. നേർക്കുനേർ ഞായറാഴ്ച രാത്രി 9:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ. പ്രവാസികളുടെ ശബ്ദം. പിഴക്കാത്ത ചുവട്, ധീരമായ വാക്ക്. അധികാരികളുടെ സഹായം എത്തിയേ മതിയാവും. വാർത്തകൾ മാത്രമല്ല, അതിനപ്പുറം. ഇന്ത്യൻ പ്രവാസികളുടെ ശബ്ദവും വിശ്വാസവും. ഗൾഫ് റൗണ്ട് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 12 മണിക്ക്. ഒട്ടും മടി വിസാരിക്കണ്ട. പൊൻവളയിട്ട കയ്യിലെ ഭാഗ്യരേഖകൾ എന്ത് പറയുന്നുവെന്ന് അച്ചട്ടായി ചൊല്ലിത്തരും. ശരിക്കും ശരിയേ പറയൂ. ഒരു പ്രമോഷന്റെ രേഖ തെളിഞ്ഞു വരുന്നുണ്ട്. അടുത്തയാഴ്ച നിങ്ങൾ കാനഡയിലായിരിക്കും. അയ്യോ, കാനഡയിലോ? അടുത്തയാഴ്ച നിങ്ങളെ പെണ്ണു കാണാൻ അടിപൊളിയായ ഒരാൾ വരും കേട്ടോ. ആണോ? അതുമാത്രമല്ല, അടുത്തയാഴ്ച വേറൊരു കിടിലം കാര്യം കൂടി സംഭവിക്കും കേട്ടോ. കഴിഞ്ഞ ആഴ്ച നടന്ന ഏതെങ്കിലും 1-2 കാര്യങ്ങൾ പറയാവോ? ഭൂതകാലം മറന്ന് ഭാവിയെപ്പറ്റി മാത്രം സംസാരിച്ച് ഈ വർത്തമാനകാലത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. വളരെ കറക്റ്റാണ്. പോയ വാരം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 4:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ. Asianet News Network presents India at 75. ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിപ്പിക്കുന്നു ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികൾ. ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രസൻസ് ഇന്ത്യ അറ്റ് 75. കാത്തിരിക്കും ഇതുവരെ കാണാത്ത വർണ്ണ കാഴ്ചകൾക്കായി.
ജുവൽ മേരി സിനിമകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും പരിചിതമായ മുഖം. 2014 D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയുടെ അവതാരകയായി ടെലിവിഷൻ മേഖലയിലേക്ക്. 2015 മമ്മൂട്ടി നായകനായ പത്തേമാരി എന്ന ചിത്രത്തിൽ നളിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമാ ലോകത്തേക്ക്. അവിടെ നിന്നിങ്ങോട്ട് കുട്ടിയൊപ്പയിലെ രാജാവ് മുതൽ പല ചിത്രങ്ങൾ. സ്കൂൾ കാലം മുതൽ നാടകങ്ങളിലും പ്രസംഗവേദികളിലും പതിവ് സാന്നിധ്യം. ടെലിവിഷനിലും സിനിമകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജുവൽ മേരി കാവൽ മാലാഖിയായി യഥാർത്ഥ ജീവിതത്തിലും വേഷമിട്ടു. കുവൈത്തിൽ ആതുര ശുശ്രൂഷ രംഗത്ത് മികവ് തെളിയിച്ചവരെ ഏഷ്യാനെറ്റ് ന്യൂസ് ആദരിക്കുമ്പോൾ പുരസ്കാരദാന ചടങ്ങിൻ്റെ അവതാരകയായി ജുവൽ മേരിയെ സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം, അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അങ്ങേയറ്റം സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. നേരോടെ നിർഭയം നിരന്തരം മലയാളികളെ മുന്നോട്ട് നയിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഏറ്റവും അഭിമാനാർഹമായ ഒരു ചുവടുവയ്പ്പാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നഴ്സിംഗ് എക്സലൻസ് അവാർഡ്സ്. ഏഷ്യാനെറ്റ് ന്യൂസ് നഴ്സിംഗ് എക്സലൻസ് അവാർഡ്സിൻ്റെ കുവൈറ്റ് എഡിഷൻ വേദിയിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിയിരിക്കുന്ന റിയൽ സ്റ്റാർസ് ആയിട്ടുള്ള എല്ലാ നഴ്സസിനെയും ഒരു വലിയ കയ്യടിയോടുകൂടെ തന്നെ ഇന്നത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ we have our dignitaries arrived here. As we all know, we have a caretaker for us in this country. Regardless of the times and circumstances, he always stood with us. Our Honorable Ambassador, His Excellence Sibi George, along with his wife, Joyce Sibi is here. With a huge round of applause, let's welcome them. Also, we have Asianet News Director and Business Head, Mr. Frank P. Thomas with us. Welcome, sir. And also, Kuwait Ministry of Health Legal Officer, Reem Al-Marzouk. Huge round of applause for her. And the jury chairman, Dr. Mohan Thomas. Once again, let's give a huge round of applause to extend our gratitude for their graceful presence on this occasion. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കോവിഡ് കാലത്ത് നാം ഓരോരുത്തരും ജീവനോടെ ഇരിക്കാൻ കാരണക്കാർ നഴ്സിംഗ് സമൂഹം അടങ്ങുന്ന നമ്മുടെ ആരോഗ്യ മേഖലയാണ്. ഗൾഫ് മണ്ണിൽ മഹാമാരിക്ക് മുൻപിൽ പകച്ചു നിന്ന ഊരും പേരും അറിയാത്ത അനേകായിരങ്ങളെ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തിയ നഴ്സുമാരെ ആദരിക്കുന്ന ഒരു വേദിയാണ് നഴ്സിംഗ് എക്സലൻസ് അവാർഡ്സ്, ഏഷ്യാനെറ്റ് ന്യൂസ് നഴ്സിംഗ് എക്സലൻസ് അവാർഡ്സ് കുവൈറ്റ് എഡിഷൻ. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ കാണിച്ചു തന്ന പോലെ I was also a nurse once. People know me as an actress and a television host. But through my years of becoming a nurse, I have also gone through the pain and pleasure of molding into a nurse. So once a nurse, always part of the community, and I'm so glad and honored to represent my community of global nurses this evening. Thank you so much. എന്നെ നിങ്ങളിൽ ഒരാളായി ഇപ്പോഴും ചേർത്ത് നിർത്തുന്നതിന് ഒരുപാട് നന്ദി. Thank you so much. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. മലയാളികൾ അടക്കമുള്ള വിദേശികൾക്ക് മികച്ച ജീവിത സാഹചര്യം ഒരുക്കുന്ന കുവൈറ്റിന്റെ മണ്ണിൽ ശ്യാമസുന്ദര കേരകേദാര ഭൂമിയിൽ നിന്നും 5 ലക്ഷത്തിലധികം പേരാണ് അതിജീവനത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. സോ നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ പെർഫോമൻസ് ആകാം. നിറഞ്ഞ കയ്യടിയോടുകൂടി ആ കലാകാരന്മാരെയും കലാകാരികളെയും നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
Hala Super Specialty Medical. That was Dr. Anila and team and choreography done by Vinita Pratish. Big round of applause to all those wonderful artists here. കലാകാരികൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവരെല്ലാവരും ഡോക്ടേഴ്സും നഴ്സസുമാണ്. നമുക്കൊരു അത്ഭുതമില്ല, കാരണം നമ്മൾ പഠിക്കുന്ന കാലത്തായാലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് കലാപരിപാടി ചെയ്യാനും സന്തോഷമുള്ളവരാണ് അല്ലേ ഈ കമ്മ്യൂണിറ്റി. അവർക്കൊരു നിറഞ്ഞ കൈയടി കൊടുത്തേ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇന്ന് ഈ ഒരു പുരസ്കാരദാന വേദിയിൽ നിൽക്കുമ്പോൾ 2 വർഷം ഒരു മഹാമാരിയോട് പൊരുതി മാസ്കിനോട് വിട പറഞ്ഞ് ഇപ്പോഴെല്ലാം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ 2-3 വർഷങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ ലോകം മുഴുവനുമുള്ള നഴ്സുമാരുടെ വാല്യൂ, ആ വില എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. സോ ഈ ഒരു കാലഘട്ടത്തിന് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു അവാർഡ് ദാന പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് ഏഷ്യാനെറ്റ് ന്യൂസ് നഴ്സിംഗ് എക്സലൻസ് അവാർഡ്സ് തന്നെ ആയിരിക്കണം, ഈ സമൂഹത്തെ അംഗീകരിക്കാനുള്ള ഒരു പടിയായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. സോ ഈ ഒരു കുവൈറ്റ് എഡിഷനിലേക്ക് നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ലോകം മുഴുവനുമുള്ള നഴ്സസ് ഇതുവരെ താണ്ടിയ ആ ചരിത്ര വഴികളെ നമുക്കൊന്ന് കാണാം. Man isn't an island. The existence of the 7.5 billion people on this planet is interdependent. As the pages of life are effaced by illness, misfortune, and old age, every person looks out for a nightingale of hope sometime in their life. A Florence Nightingale as an island of solace. It all began before the advent of multi-specialty hospitals, as the benign care that poured over the candlelight of life, patiently waiting to be put out by the common cold or the plague, or unexpectedly blown out as a fading heartbeat on the roadside. Only that white-clad mercy was not yet known by the name nurse. Though nursing education in India was started by foreigners, realizing that nursing is an attractive and viable source of livelihood, our nurses started traveling the world in search of better opportunities. In a short span of time, Indian nurses, regardless of their gender, found their place all over the world
as the caring and compassionate figures in healthcare. The emigration of nurses had begun long before independence. In the beginning, it was to Malaysia, Singapore, Germany, and the USA. The large-scale employment in the Gulf began in the early 70s. Today, there are about 7 lakh Indian nurses in the Arab world. We don't seem to have noticed a socio-economic revolution they have initiated over the last 40 years. These are times when mothers too would think twice about cleaning after their own baby after a certain age. So, what is the worth you lay on a nurse's job, who diligently marks and measures your excretions, cleans your secretions, and cares for you without a frown? At the same time, they save precious lives with their timely intervention, be it a cardiopulmonary resuscitation for a failing heart, or the successful delivery of a new life from the mother's womb. Their hard work and sacrifice away from home have changed the complexion of life and the economic fortune of our family, society, and the country. The signature of those angels will never fade away. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിൽ പോകാത്തവരായി ആരും തന്നെയില്ല. So it is their kindness, compassion and unconditional dedication that has helped us pull through all these maladies and crises. So huge round of applause for the global community of nurses and all those nurses who have arrived here. Huge round of applause for them. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് തന്നെ നഴ്സുമാരുടെ വിദേശ കുടിയേറ്റം ആരംഭിച്ചിരുന്നു. ഗൾഫിലേക്കുള്ള കുടിയേറ്റം പ്രധാനമായും 70കളിലായിരുന്നു. ഇന്ന് 7 ലക്ഷത്തോളം ഇന്ത്യൻ നഴ്സുമാർ അറബ് നാടുകളിലുണ്ട്. കുവൈറ്റിലെ 10 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സമൂഹത്തിൽ 60% നഴ്സുമാരാണെന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ടതില്ല. കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ദരിദ്ര കുടുംബങ്ങളിൽ നിന്നും അതിജീവന മന്ത്രവുമായി കടൽ കടന്നെത്തിയ നഴ്സിംഗ് സമൂഹം അവരുടെ കുടുംബങ്ങളെ മാത്രമല്ല അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റുള്ളവരെ കൂടിയും ഈ ഒരു പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്ന് സാമൂഹിക സാമ്പത്തിക ജീവിതം ഭദ്രമാക്കി തീർത്തിരിക്കുന്നു. നമ്മുടെ നഴ്സുമാർ മാലാഖമാരല്ല, രോഗി പരിചരണത്തിൽ അഭിമാനം കൊള്ളുന്ന പോരാളികളാണ്. നല്ലൊരു കൈഡിയോടെ കുവൈറ്റിലുള്ള നഴ്സിംഗ് സമൂഹത്തെ നമുക്ക് പരിചയപ്പെടാം. രോഗികളായി കിടക്കുന്നവരുടെ അടുത്ത് ഇടപഴകുവാനും അവർക്ക് വേണ്ട സ്വാതന്ത്ര്യമേകുവാനും എന്നാൽ സഹായിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ റീന സാറ വർഗീസ്, പത്തനംതിട്ട സ്വദേശിയാണ്. കുവൈറ്റിൽ 12 വർഷമായി ജോലി ചെയ്യുന്നു. 2022 മലയാളി നഴ്സുമാരുടെ ഗൾഫ് കുടിയേറ്റം തുടരുകയാണ്. ശമ്പളത്തിനും അപ്പുറം ഈ രാജ്യം നൽകുന്ന സുരക്ഷിതത്വമാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഏകദേശം 20-25ഓളം രാജ്യക്കാർക്ക് ഞങ്ങളുടെ സേവനം കൊടുക്കാൻ പറ്റി. ഒരു നഴ്സ് എന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ രാജ്യം നഴ്സ് സമൂഹത്തിന് നൽകുന്ന അംഗീകാരമാണ് എന്നെപ്പോലുള്ളവരെ ഇവിടെ തുടരാൻ പ്രേരിപ്പിക്കുന്നത്. നഴ്സിംഗ് എൻ്റെ വ്യക്തിപരമായ കരിയർ തെരഞ്ഞെടുപ്പായിരുന്നു. ഈ പ്രതിസന്ധിയും നമ്മൾ അതിജീവിക്കും. നേഴ്സ് എന്ന വിളിപ്പേര് അതൊരു ആവേശമാണ്. 10,000-കണക്കിന് നഴ്സുമാർക്ക് അഭയോ ആശ്രയമായ കുവൈറ്റിലാണ് ഞാനും തൊഴിലെടുക്കുന്നത്. അന്നും ഇന്നും എന്നും ഇഷ്ടം രോഗീ പരിചരണത്തിൽ മാത്രം. അംഗീകരിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, ഞാനും ഒരു നഴ്സാണ്. ഞങ്ങൾ മാലാഖമാരല്ല, പോരാളികളാണ്. കുവൈറ്റിലെ നഴ്സിംഗ് സമൂഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ചടങ്ങുകൾ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് നമ്മുടെ അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്ത ജൂറിയെയാണ്.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യ മേഖലയിൽ കേരളത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ച ബഹുമുഖ പ്രതിഭകളാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. We have got more than 5,000 nominations in the 4 categories of awards. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജൂറിയെ പരിചയപ്പെടാം. ഖത്തറിലെ പ്രമുഖ ഡോക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ മോഹൻ തോമസിന്റെ നേതൃത്വത്തിൽ ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ റോയ് കെ ജോർജ്, അമേരിക്കയിലെ പെൻസിൽവാനിയ സ്റ്റേറ്റ് ബോർഡ് ഓഫ് നഴ്സിംഗ് APN ചെയർ മിസിസ് ബ്രിജിറ്റ് വിൻസെന്റ്, ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം കുവൈറ്റ് പ്രസിഡന്റ് അമീർ അഹമ്മദ്, ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ സോന എന്നിവർ അടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. മഹാമാരിക്കാലത്ത് കുവൈത്തിലെ നഴ്സിംഗ് മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് നഴ്സ് ഓഫ് ദ ഇയർ അവാർഡ്, ഭരണ മികവിന് നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ, പ്രത്യേക സേവനത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം, കോവിഡ് കാലത്തെ സേവനം മുൻനിർത്തി കോവിഡ് വാരിയർ, സേവനത്തിന് ഒരു മനുഷ്യായുസിനെ വിട്ടു നൽകാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അർഹിക്കുന്ന പ്രയത്നത്തെ വണങ്ങി അറബ് നാട് സാക്ഷിയാക്കി നഴ്സിംഗ് മാലാഖമാരെ സ്വാഗതം ചെയ്യുന്നു. ഇന്നീ വേദിയിൽ അവാർഡ് ജേതാക്കളും അതിഥികളും എത്തിക്കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായ പരിപാടികളിലേക്ക് കടക്കാം. ആദ്യമായി സ്വാഗത പ്രസംഗത്തിന് വേണ്ടി കണക്ഷൻസ് മീഡിയ CEO ശ്രീ നിക്സൺ ജോർജിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം മിസ്റ്റർ നിക്സൺ ജോർജ്. Good evening, everyone. We all know nurses have played a critical role in humanity's extensive survival. They are the angels who shielded us with unconditional love and care and protected us from all forms of adversities. I am extremely delighted and humbled that Asianet News, the world's most popular Malayalam news channel, has come forward to acknowledge and recognize the efforts of the nursing fraternity in Kuwait. Asianet News Nursing Excellence Award was established with the sole idea of creating a platform to acknowledge recognize the efforts of the nurses. I extend warm welcome to Ambassador Sibi George, Ambassador of India to Kuwait, Madam Joy Sibi, and all the esteemed dignitaries, our partners and other guests, and would like to thank you for gracing the occasion with your presence on behalf of Connections Media and Asianet News Kuwait. Let me speak a little bit Malayalam. The majority is all Malayalis. കഴിഞ്ഞ 12 വർഷമായിട്ട് ഏഷ്യാനെറ്റുമായി യാത്രയിൽ നേരോടെ നിരന്തരം നിർഭയം എന്ന ആ ഒരു മേഖലയിലൂടെ സഞ്ചരിക്കാൻ എനിക്കും അവസരം തന്ന ഏഷ്യാനെറ്റ് ന്യൂസിനും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന ഡിഗ്നറ്ററീസിന് സ്വാഗതം പറയാനുള്ളതാണ് എൻ്റെ കർത്തവ്യം. എക്സലൻസി, നമുക്കറിയാം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ ഏഷ്യാനെറ്റ് പ്രവർത്തിക്കുന്ന പോലെ തന്നെ 1 മില്യണോളം വരുന്ന ഇന്ത്യക്കാർക്കിടയിൽ ഇന്ത്യൻ എംബസിയിലെ സേവനം ടോട്ടലി മറ്റൊരു വഴിത്തിരിവിലൂടെ എത്തിച്ച് ഇന്ന് ആർക്കും എംബസിയിൽ ഏതാവശ്യത്തിന് എത്താമെന്നുള്ള രീതിയിൽ എത്തിച്ച നമ്മുടെ ഇന്ത്യൻ സ്ഥാനപതി ശ്രീ സിബി ജോർജ്, അതുപോലെ തന്നെ നേരോടെ നിർഭയം നിരന്തരം ഇന്നും ഏഷ്യാനെറ്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രവർത്തകർ ശ്രീ ഫ്രാങ്ക് തോമസ് സാർ ഇന്ന് നമ്മളോടുണ്ട്. ഡയറക്ടറും ബിസിനസ് ഹെഡുമാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാം പേരും ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സ്പോൺസേഴ്സ്, കഴിഞ്ഞ ഏകദേശം 10 വർഷമായി നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും നമ്മളോട് സഹകരിച്ചും എന്നും നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്ന അൽ മുസ്ലിം എക്സ്ചേഞ്ചിൻ്റെ മിസ്റ്റർ ഹ്യൂ ഫെർണാണ്ടസ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ നഴ്സസ് അവാർഡിന് ജൂറി ചെയർമാനായി എത്തിയ ഡോക്ടർ മോഹൻ തോമസ് വളരെ കുറഞ്ഞ സമയത്ത് തന്നെ എത്തി, അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ
മിസ്സസ് റീം എമേഴ്സിൻ്റെ ഒരു മേധാവിയാണ്. ഷീ കെയിം ഫോർ us ആൻഡ് ഷീ ബ്ലസ്ഡ് ദ ഒക്കേഷൻ. ആൻഡ് ഹല ഗ്രൂപ്പിൻ്റെ ചെയർമാൻ മിസ്റ്റർ രാഹുൽ രാജൻ, അദ്ദേഹം എൻ്റെ ഒരു പാർട്ണർ കൂടിയാണ്. അതുപോലെ തന്നെ UTCയുടെ ചെയർമാൻ മിസ്റ്റർ ഫൈസൽ അൽ അസ്മി ആൻഡ് ഹിസ് കൊളീഗ്സ്, ജോയ ലൂക്കാസിൻ്റെ കൺട്രി ഹെഡ് മിസ്റ്റർ വിനോദ്, അതുപോലെ തന്നെ ലുലുവിൻ്റെ മുഹമ്മദ് ഹാരിസ്, NBTCയുടെ AGM മിസ്റ്റർ ബെൻസൺ ആൻഡ് മിസ്സസ് KG എബ്രഹാം, അങ്ങനെ ഇവിടെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. ഡോക്ടർ രമേഷ് ഓൺ കോസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ കൊളീഗ്സ്, ജൂറി അംഗങ്ങളായിട്ട് എത്തിയിട്ടുള്ളവർ, ഡോക്ടർ അമീർ നമ്മുടെ ഈ ഒരു യാത്രയിൽ തുടക്കത്തിൽ തൊട്ടേ എൻ്റെ തോളത്ത് കൈയിട്ട് സഹായിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രൈവറ്റ് മേഖലകളിലുള്ള ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഈ വന്നിരിക്കുന്ന എല്ലാവരും VVIPs തന്നെ നമ്മൾ പറയേണ്ടി വരും. ആ ഒരു ലെവൽ ആൾക്കാരാണ്. പ്രത്യേകിച്ച് നേഴ്സുമാർ, പ്രൈവറ്റ് സെക്ടറിലുള്ളവരുണ്ട്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിലുള്ളവരുണ്ട്. പക്ഷേ ഈ മത്സരങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വളരെ ശ്രദ്ധിച്ചിരുന്നു. എല്ലാവർക്കും പങ്കാളിത്തം കൊടുക്കുക, ആതുര സേവന രംഗത്തെ അവരുടെ നിരന്തര സേവനത്തെ കണ്ടെത്തി വളരെ ട്രാൻസ്പെറൻ്റായിട്ട് അതിൻ്റെ വിജയികളെ കണ്ടെത്തണം എന്നുള്ളത്. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന അനിൽ അടൂർ, അതുപോലെ തന്നെ അരുൺ രാഘവൻ, ശ്രീ സൂരജ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാനിന്ന് എൻ്റെ ഈ സ്വാഗത പ്രസംഗത്തിൽ, നമുക്ക് സമയം വളരെ കുറവാണ്, ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കഷ്ടകാലങ്ങളിൽ നമ്മളെ അമ്മയെപ്പോലെ, നമ്മളെ സഹോദരനെ പോലെ, സഹോദരിയെ പോലെ നമ്മളെ തലോടിയ നമ്മുടെ നേഴ്സുമാരെ ആദരിക്കുക എന്നുള്ളതാണ്. അപ്പം അവർക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി നമ്മളോടുകൂടി സഹകരിച്ച ആർട്ടിസ്റ്റുകൾ, അങ്ങനെ നമ്മുടെ കൂടെ ഇപ്പം വന്നിട്ടുള്ള നമ്മുടെ പ്രൊഡക്ഷൻ ടീം, സൗണ്ട് സിസ്റ്റം, എല്ലാ അണിയറ പ്രവർത്തകർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ കൊളീഗ്സ്, എന്താ പറയുക, രായും പകലും ഇല്ലാതെ വന്ന എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള നേഴ്സുമാരുടെ പ്രാതിനിധ്യമുണ്ടായിരുന്നു. അവരുടെ എല്ലാം അവരും, അതുപോലെ തന്നെ ഹല ഗ്രൂപ്പിൻ്റെ ടീം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മളോടുകൂടി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു മിസ്റ്റർ നിക്സൺ. ഒരിക്കൽ കൂടി നിങ്ങളെ ഏവരെയും ഏഷ്യാനെറ്റ് ന്യൂസ് നഴ്സിംഗ് എക്സലൻസ് അവാർഡ്സിൻ്റെ കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാനുള്ള സമയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കുവൈറ്റ് മലയാളികൾക്ക് ഏതൊരാവശ്യത്തിനും എല്ലായ്പ്പോഴും കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യൻ സ്ഥാനപതി ഹിസ് എക്സലൻസ് സിബി ജോർജ്, അദ്ദേഹം ഈ സായാഹ്നത്തിൽ നമ്മളോടൊപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് നഴ്സിംഗ് എക്സലൻസ് അവാർഡ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് അദ്ദേഹത്തെ ഞാൻ അങ്ങേയറ്റം സ്നേഹത്തോടെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I'd like to welcome His Excellence Sibi George, our beloved ambassador, onto the stage to inaugurate this function. Please, sir. Director, Asianet, Sri Frank P. Thomas, distinguished guests from Kuwait and India, ladies and gentlemen, good evening to all. I begin by congratulating Sri Nixon George and the Asianet team for bringing together today a cross-section of major players in our vibrant India-Kuwait Connect. I welcome to Kuwait all who have joined us today from India and abroad. With them, my dear friend of over 20 years, Dr. Mohan Thomas from Qatar. Here today, I see the presence of many stakeholders in our relationship with Kuwait. Our Kuwaiti friends, including senior officials from the Ministry of Health, our senior businessmen and elders, our young entrepreneurs, our doctors and nurses, our professors, teachers, and other professionals, our media representatives, and our talented young artists, each one of them having contributed in building our India-Kuwait relations. I'm sure that
Today's Asianet Nursing Excellence Award ceremony will go a long way in further strengthening our vibrant bilateral relations with Kuwait, particularly our people-to-people connect. Dear friends, Kuwait is a key partner for India in its extended neighborhood, the Gulf. We have nearly 10 million Indians residing in this part of the world. The Gulf is a very important trade and economic partner for India and also important for its energy security. In our globalized world, every day we witness the impact of developments abroad on India. In an interconnected world, the presence of over 30 million Indians abroad makes our diplomacy a very important factor in our efforts to build a new India. I am happy that the Indian community in Kuwait is contributing immensely in further building our traditional, long-standing dynamic relationship with Kuwait. They celebrate India every day in Kuwait. In this context, I see today's celebrations as a historic event in our relations with Kuwait. Dear friends, last 2 years have been very difficult period for all of us. So many of us lost our dear ones. So many of us faced COVID-19 infection and a very painful recovery. So many lost their livelihood, and so many could not visit their parents or dear ones for several months, and many got stranded for several months without jobs. COVID denied our children 2 years of their childhood. We are now seeing some light at the end of the tunnel with our lives returning to normalcy. During the last 2 years, we were witness to many developments that would be talked about even after several decades from now. When our future generations look at us and do research on our handling of the COVID-19 situation, I am sure that they will not sympathize with us as someone who suffered a monumental tragedy. Instead, they will remember our generation as pathbreakers in the way we face the challenges with unmatched fortitude, bravery, and ingenuity, and turn the moments of crisis into moments of opportunity to bounce back even more strongly. And in the story of global fight against COVID-19, India stood true to our civilization ethos of Vasudhaiva Kutumbakam, world is one family. In his address to the United Nations General Assembly in September 2020, Honorable Prime Minister of India, Shri Narendra Modi ji, had assured the global community that India will use its production and delivery capacity to help all humanity in fighting the virus. This is exactly what we have done. As the pharmacy of the world, India extended medical and other assistance to more than 150 countries, dispatching essential drugs, testing kits, and other medical assistance. Medications made in India were shipped to destinations across the world in daunting logistical circumstances imposed by lockdowns. Indian rapid response teams were deployed in several countries. A 15-member rapid response team from India visited Kuwait in April 2020 to augment the medical infrastructure of this country. Indian naval vessels and Air Force planes delivered supplies along a wide arc to friends and partners. Through Vaccine Maitri, the global health diplomacy operation, we have supplied vaccines made in India to over 100 countries, including 200,000 doses of vaccines to our friendly state of Kuwait. Dear friends, speaking about Kuwait, in the last 2 years, our Indian community here, along with its over 300 Indian associations, transcending religious, regional, and linguistic barriers, joined hands with the embassy in helping our brothers and sisters in Kuwait. When we look back today, the role played by our medical professionals in Kuwait
Our doctors and our nurses and other medical staff always stand out. When Kuwait's story of fight against COVID-19 is written, the contributions of our doctors and our nurses will be in golden letters. They have toiled hard for over 2 years. They have been working selflessly to protect our lives, that are also of our loved ones. And while doing this, they were putting their own lives and that of their family members at risk. Despite all the odds stacked against them, despite all the pain and suffering from working long hours, spending sleepless nights, witnessing unpleasant scenes of death and pain every day, our nurses continue to save our lives. They are truly an embodiment of the indomitable human spirit. They have displayed true courage, fortitude, and resilience. They made every Indian here proud. No Kuwait can forget their services. No Indian can forget their services. They are our unsung heroes. We always call them our agents, our angels, as we said in the introductory remarks. We always call them our angels. They are indeed our angels, but they are much more. They are our warriors, warrior angels. I salute them, I thank them. I congratulate each one of them who are receiving the awards today. With them, it is the entire nursing community in Kuwait and everywhere in the world who are getting honored here today. With those words, I once again thank Asianet for this initiative. I inaugurate this Asianet Nursing Excellence Award ceremony today. Thank you and good evening. Thank you, sir. Thank you so much. As we all know, മലയാളികൾക്കിടയിൽ ഏറ്റവും അഭിമാനാർഹമായൊരു മുഖമാണ് അദ്ദേഹത്തിൻ്റെത്. കുവൈറ്റിൻ്റെ സ്ഥാനപതി ഇന്ത്യൻ അംബാസഡർ ശ്രീ സിബി ജോർജ്. നിറഞ്ഞ കൈയടികൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അടുത്തതായി മറ്റൊരു വിശിഷ്ട വ്യക്തിയെ കൂടി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ രാജ്യത്ത് വിദേശികളാണെങ്കിൽ പോലും യാതൊരു പക്ഷപാതവുമില്ലാതെ നമ്മുടെ നഴ്സുമാർക്ക് പ്രവർത്തിക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്ന ഇവിടുത്തെ സർക്കാരിൻ്റെ പിന്തുണയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. I'd like to appreciate the immense support the government of Kuwait has given to the nurses from Kerala. Now it's time to welcome Ms. Reem Al-Marzouk, the Chief Officer and Legal Officer of Kuwait Ministry of Health, to come and address the gathering. Ma'am, please come and join us. Let's hear a huge round of applause to welcome this beautiful lady here, Reem Al-Marzouk. Ma'am, please. مرحبا، شلونكم؟ أنا ما حضرت كلمة وهو ما قال لي، بس شكراً على الدعوة. مشكور راهول، ويعني ما عندي كلمة صراحة أقولها، بس شكراً، مشكورين. Thank you so much, ma'am. നമ്മളെല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ടാവും. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് തല ഉയർത്തി ഏകദേശം നമ്മളൊന്ന് നിവർന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു സ്റ്റേജ് ഷോ, അതും ഈ മഹാമാരിയെ പ്രതിരോധിച്ച് മനുഷ്യ സമൂഹത്തെ ഹൃദയത്തോട് ചേർത്ത നഴ്സിംഗ് സമൂഹത്തെ ആദരിക്കുവാൻ ഇതിന് മുൻകൈ എടുത്ത മാധ്യമ സ്ഥാപനം. അങ്ങനെ ഒരു ധീരമായ തീരുമാനത്തെ, അതിന് പിന്നിൽ പ്രധാനികൾ ഒരാൾ. അടുത്തതായി ക്ഷണിക്കുന്നതും ആ വ്യക്തിയെ തന്നെയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അങ്ങേയറ്റം ബഹുമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ഏഷ്യനെറ്റ് ന്യൂസ് ഡയറക്ടർ ആൻഡ് ബിസിനസ് ഹെഡ് ശ്രീ ഫ്രാങ്ക് പി തോമസ്. ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. നമ്മുടെ എല്ലാവരുടെയും അങ്ങേയറ്റം ബഹുമാന്യനായ ഡയറക്ടർ ആൻഡ് ബിസിനസ് ഹെഡ് ശ്രീ ഫ്രാങ്ക് പി തോമസ്. ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു വെൽക്കം ഹിം. വളരെ അഭിമാനത്തോടെയാണ് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഈ വളരെ മോശപ്പെട്ട ഒരന്തരീക്ഷത്തിലും കോവിഡിൻ്റെ അന്തരീക്ഷത്തിലും ആദ്യമായിട്ട് ഞങ്ങളൊരു പൊതുപരിപാടി നടത്തുന്നത് കുവൈറ്റിലാണ്. ആ പരിപാടിയിൽ ഇത്ര ഭംഗിയായി പങ്കെടുക്കുന്ന ആളുകളെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ ആശ്വാസമുണ്ട്, വളരെ സന്തോഷമുണ്ട്.
ബഹുമാനപ്പെട്ട അംബാസഡർ ശ്രീ സിബി ജോർജ്, മിസ്സസ് ജോയ്സ് സിബി, റീമൽ മസൂഖ്, ഡോക്ടർ മോഹൻ തോമസ്, ഡോക്ടർ റോയ് കെ ജോർജ്, ഡോക്ടർ അമീർ അഹമ്മദ്, മിസ്സസ് ബ്രിജിത് വിൻസെൻറ്റ്, കൂടിയിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികൾ, ഞങ്ങളുടെ സ്പോൺസേഴ്സ് ഉണ്ട്, മറ്റ് നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം ഞാൻ സ്വാഗതം പറയുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് ഈ അവസരത്തിൽ ബഹുമാനിക്കേണ്ടതും ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതും ഇന്ന് ഇവിടെ അവാർഡ് നേടുന്ന ആളുകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ കമ്മ്യൂണിറ്റിയാണ്. മാതാവിൻ്റെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ സേവനം ഒരാൾക്ക് നൽകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നഴ്സിംഗ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയെ ആദരിക്കുന്നില്ലെങ്കിൽ മറ്റ് ഒരു കമ്മ്യൂണിറ്റിയെയും ആദരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ അവാർഡുകൾക്ക് ക്ഷാമമില്ല. എല്ലാ കാറ്റഗറിയിലും പെട്ട ആളുകൾക്ക് അവാർഡ് കിട്ടുന്നുണ്ട്. കൂടുതലും പ്രത്യേകിച്ച് കലാകാരന്മാർക്ക്, സിനിമക്കാർക്ക്, പിന്നെ സാഹിത്യകാർക്ക്, ഇവർക്കെല്ലാം അവാർഡ് കിട്ടും. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു, ഇവരെല്ലാം ചെയ്യുന്നതിനേക്കാൾ വളരെയധികം സേവനം നൽകുന്ന എത്രയോ ആളുകളുണ്ട്. നഴ്സിംഗ് കമ്മ്യൂണിറ്റി, പിന്നെ ആതുരശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മറ്റാളുകൾ, ബിസിനസ്സുകാർ, അധ്യാപകർ, ഇങ്ങനെ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിലും അവർക്കുള്ള പരിഗണനകളോ അവാർഡുകളോ മറ്റ് ചെറിയൊരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ സിനിമക്കാർക്കോ മറ്റുള്ളവർക്കോ കിട്ടുന്ന ഒരു പരിഗണന കിട്ടാറില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഈ നഴ്സിംഗ് അവാർഡ് സംഘടിപ്പിച്ചത് കോവിഡിന് മുമ്പ് കൊച്ചിയിലാണ് ആദ്യമായിട്ട് ഒരു നഴ്സസ് അവാർഡ് സംഘടിപ്പിച്ചത്. അതിനോടുള്ള പ്രതികരണം വളരെ അത്ഭുതകരമായിരുന്നു. പിന്നീട് ഞങ്ങളത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനായിട്ട് കൂടുതൽ ആളുകൾക്ക് പരിഗണന നൽകുന്നതിനായിട്ടും തീരുമാനിച്ചു. Unfortunately, in the last 2 years, we couldn't do that. Now this year, we did another award in Kerala that was held in Kochi about a month ago. And that also was participated by quite a lot of people who appreciated that effort. When in Kuwait there was a response to the suggestion, then we definitely immediately got onto that, and we decided that we will have it here because this is a country where large number of nurses are working, and they are not only helping the patients or the healthcare system, but they are also helping the economy of their state back in India. They are helping their families. They are helping to build a better next generation, and they are doing a lot of things which a government cannot do in a state like Kerala. For the progress of Kerala, for the purchasing power in Kerala, the nursing community across the globe has contributed a great deal, and I respect them, I salute them for that. ഈ ഏഷ്യാനെറ്റ് ന്യൂസിനെ പറ്റി കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ആദ്യം അസോഷ്യേറ്റ് ചെയ്യുന്നത് ദേ തിങ്ക് ഇറ്റ്സ് എ ന്യൂസ് അവർ. രാത്രി 8 മണിക്കുള്ള ചർച്ചയും ബഹളവും ഇതൊക്കെ മാത്രമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരിലാണ് പലപ്പോഴും ഞങ്ങൾ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത്, ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ 550 പേരോളം ജോലി ചെയ്യുന്നുണ്ട്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും പിന്നെ വെളിയിലായിട്ടും. ഈ ആളുകളെല്ലാം ന്യൂസ് അവർ മാത്രമല്ല ചെയ്യാം. ഞങ്ങൾ എല്ലാ രംഗങ്ങളിലും
ഞങ്ങളുടെ പ്രസൻസ് അറിയിക്കുകയും ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രൊയേഷ്യയിൽ നടന്ന വിദ്യാർത്ഥികളുടെ പലായനത്തിൽ അതിൽ ഞങ്ങളുടെ ഡൽഹി റെസിഡൻറ്റ് എഡിറ്റർ പോളണ്ടിൽ പോയി അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ശ്രീലങ്കയിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു ടീം ശ്രീലങ്കയിൽ ഇപ്പോൾ ഉണ്ട്. അതിൽ എവിടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തോ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നേരിട്ട് അറിവ് കൊടുക്കുന്നതിന് ഉള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കടമയായിട്ട് എടുത്തിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒരെണ്ണം യുവജനങ്ങളുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദുബായിൽ പിന്നെ UAEക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദുബായിൽ നിന്ന് പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. We used to conduct a test, select about 30 students and 15 teachers and take them to Delhi to witness the Republic Day parade. And after that, we take them around to see the important places, historically important places, as also the developments that are taking place in India. I've personally observed, because I have traveled with them, with at least, with most of the teams that came, I traveled with the students. And initially those who had expressed their, sort of sarcastic remarks about India and its, India's growth part of it, they have come and seen the Republic Day parade and the progress that we have made, which are showcased during the Republic Day parade. Then they have gone around. We have taken them around the border states. We have taken them to Punjab, Haryana, Gujarat, Rajasthan, and a lot of other places, and allowed them to mingle with other people. And within 7 days, they undergo a great transformation. I personally witnessed that. So that is something which we had to discontinue in the last 2 years, but which we will be resuming again. I had come here earlier when in connection with a competition for the students in a sort of youth festival which was conducted here. And at that time I had said that we will be giving an enlarged edition of this, and that we will be taking it to other Emirates, and then we will have a finale of youth festival in Dubai or some other place. This also couldn't happen because of subsequent developments which were not within our control. We definitely, now that the situation has improved, we are sure that we will look at it again. We have other awards like MSMEs, we have other awards like Stri Shakti, Puraskaram, and quite a lot of areas where normally people are not recognized. We thank everyone. Asianet News is very obliged to everyone who is watching. We have thousands of people watching us, viewers from across the globe. And they encourage us. They have kept us in the forefront for the last 27 years. And I'm very proud that despite the arrival of more than a dozen Malayalam channels and news, we still continue to be on top, and we thank you for keeping us in that place without failure. So once again, I congratulate the organizers here, those who worked behind the scenes, and I congratulate all the winners. And all the winners, when I talk about them, of course, when 5,000 nominations are received, then of course, and 5 or 6 are selected. The others, need not feel that they are not contributors. They have contributed equally or more, but this is a very symbolic, and I congratulate everyone in this community. Thank you very much. Thank you, sir. Thank you so much. എത്രത്തോളം പ്രാധാന്യമാണ് ഈ അവാർഡിന് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഏഷ്യാനെറ്റ് ന്യൂസ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ശരിയായ അർത്ഥം അല്ലെങ്കിൽ ആ ഒരു
ഉദ്ദേശം, അതിൻ്റെ റിസൾട്ട് കാണാൻ പോകുന്നത് ഇന്നോ നാളെയോ അല്ല. ഇതുപോലെ അനേകം വേദികളിൽ നഴ്സിംഗ് സമൂഹത്തിൽ നിന്നുള്ള എക്സ്ട്രാ ഓർഡിനറി പ്രതിഭകളെ ആദരിക്കുമ്പോൾ കാലക്രമേണ നിങ്ങൾ ഓരോരുത്തർക്കും ഈ നഴ്സിംഗ് സമൂഹത്തിന് മുഴുവനും നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്ന ആ ഒരു സ്ഥാനം അധികരിക്കുകയാണ്. അതിനുള്ളൊരു വലിയ ചുവടുവയ്പ്പാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നഴ്സിംഗ് എക്സലൻസ് അവാർഡ്സ്. ഇനി നമുക്ക് പുരസ്കാരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ ജൂറിയുടെ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട്. എന്തൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ കണ്ടെത്തിയത്, അത് എത്രത്തോളം ശ്രമകരമായിരുന്ന ഒരു ദൗത്യമായിരുന്നു എന്നൊക്കെ നമുക്കറിയണ്ടേ. അതിനുവേണ്ടി ഖത്തറിലെ പ്രമുഖ ഡോക്ടറും സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ മോഹൻ തോമസിനെ, നമ്മുടെ പ്രിയങ്കരനായ ജൂറി ചെയർമാനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രവാസി ഭാരതി അവാർഡ് ജേതാവ് കൂടിയായ അദ്ദേഹത്തെ ആദരപൂർവ്വം നിറഞ്ഞ കൈയടിയോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Can I hear a huge round of applause, ladies and gentlemen? Let's welcome Sri Dr. Mohan Thomas. Thank you, Joel. Chief guest of the day, Honorable Ambassador, His Excellency Mr. C.B. George, Joyce George, Ms. Reem Marsouk, our brothers from Kuwait, Director of Asianet, Mr. Frank Thomas and his team, ladies and gentlemen, and above all, the nursing community. If you allow me, I will continue my speech in Malayalam because many people are from here, from Kerala. തീർച്ചയായിട്ടും ജൂവൽ പറഞ്ഞ പോലെ വളരെ ശ്രമകരമായൊരു ദൗത്യമാണ് ഏഷ്യാനെറ്റ് ഞങ്ങളെ ഏൽപ്പിച്ചത്. 5000-ലേറെ വരുന്ന പ്രഗത്ഭരായ നഴ്സുമാർ, എല്ലാവരും ഒന്നിനൊന്ന് മികച്ചത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അവാർഡ് കൊടുക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെയും പേരും പറഞ്ഞേനെ. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന പോലെ ഏകദേശം 5 പേരെ മാത്രമേ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. ആരും തമ്മിൽ ഒരു വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ക്രൈറ്റീരിയ നിശ്ചയിച്ച് എൻ്റെ ജൂറി അംഗങ്ങൾ എന്നോടൊപ്പം ചേർന്ന് വളരെ ശ്രദ്ധാപൂർവം ഡിസ്കഷനുകൾ നടത്തി ആ ക്രൈറ്റീരിയയുടെ വെളിച്ചത്തിൽ ചില പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ ലോകത്തെമ്പാടുമുള്ള നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഞാൻ ഓർക്കുകയാണ് കൃതജ്ഞതയോടെ. അവർ കടന്നുപോയ വഴികൾ എനിക്ക് നന്നായിട്ടറിയാം. ഞാനും ഒരു കോവിഡിൻ്റെ ഒരു ഫ്രണ്ട് ലൈൻ വാരിയർ ആണ്. എൻ്റെ കൊച്ചുമകളെ ഞാൻ കണ്ടിട്ട് 1 വർഷമായി. നിങ്ങളെപ്പോലെ തന്നെ കോവിഡ് വന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിൽ നിന്നെല്ലാം കരകയറി ജനങ്ങളെല്ലാം സേവിക്കുവാൻ നമുക്കെല്ലാവർക്കും എപ്പോഴും സാധിച്ചു. തീർച്ചയായിട്ടും പ്രത്യേക അഭിനന്ദനം നിങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഡോക്ടർമാർ രോഗികളെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മാക്സിമം ദിവസത്തിൽ 1 or 2 പ്രാവശ്യം പിന്നെ അവരെ കണ്ടേക്കും. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി 15 or 20 പ്രാവശ്യം ഒരേ മുറിയിൽ കയറി എക്സ്പോസ് ചെയ്ത് കാണുന്ന നഴ്സിംഗ് കമ്മ്യൂണിറ്റിയാണ്. അവർ തിരിച്ച് മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാരിയറാണോ എന്നുള്ള സംശയത്തോടെ ഹൃദയവേദനയോടുകൂടിയാണ് നിങ്ങൾ പോവുക. എൻ്റെ ഫാമിലിക്ക് ഞാൻ കോവിഡ് കൊണ്ടുപോയി കൊടുക്കുമോ? തീർച്ചയായും വലിയൊരു സാക്രിഫൈസാണിത്. പ്രത്യേകം നിങ്ങൾ ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ്. ഏഷ്യാനെറ്റ് 1.5 വർഷത്തിൽ നടത്തിയ വളരെ വിപുലമായ തിരിച്ചുവരവ് അവരെ അഭിനന്ദിക്കുകയാണ്. അവർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും വളരെ അധികം കമൻറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവരുടെ ഈ ശ്രദ്ധാപൂർവമുള്ള ജനങ്ങളുള്ള സേവനത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ ആത്മസുഹൃത്തായ അംബാസഡർ C.B. ജോർജ്, സത്യം പറഞ്ഞാൽ കുവൈറ്റിലുള്ളവർ നിങ്ങൾ വളരെ ബ്ലെസ്ഡാണ്, ലക്കിയാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ കിട്ടിയതിൽ. 1998 തൊട്ട് 2001 വരെ ഖത്തറിൽ അദ്ദേഹം സേവനം ചെയ്തപ്പോൾ അന്ന് ICBF-ൻ്റെ പ്രസിഡൻ്റായ ഞാനും അദ്ദേഹവും ചേർന്ന് വളരെയധികം കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു. ഒരു പോപ്പുലർ ഡിപ്ലോമാറ്റായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഒരു പീപ്പിൾസ് അംബാസഡർ അദ്ദേഹം മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങയുടെ സേവനങ്ങൾ പ്രത്യേകം പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു. എൻ്റെ ജൂറിയോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജൂറി അംഗം ഡോക്ടർ റോയ് കെ ജോർജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഡോക്ടർ റോയ് കെ ജോർജ്.
Respected Chief Guest of the Day, His Excellency, Ambassador of India to Kuwait, C.B. George, all the President of the meeting, Sri Frank P. Thomas, distinguished guests, the Asianet team which organizes this function and supported by many people from Kuwait, dear colleagues in nursing profession, the shortlisted nominated nurses, their family members, and all the colleagues in nursing community in Kuwait. പ്രൗഢഗംഭീരമായ ഈ സദസ്സിൽ നഴ്സിംഗ് സമൂഹത്തെ പ്രതിനിധീകരിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. 2019 കോവിഡിനൊക്കെ മുമ്പ് 2019 ഒക്ടോബറിൽ ഏഷ്യാനെറ്റ് കേരളത്തിൽ സംഘടിപ്പിച്ച ആദ്യ നഴ്സിംഗ് എക്സലൻസ് അവാർഡ് ഇന്ത്യയിലെ നഴ്സിംഗ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യയിലെ നഴ്സിംഗ് സമൂഹത്തിൻ്റെ പ്രധാന കേന്ദ്രമായ കേരളത്തിലെ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷമായിരുന്നു എന്ന് പറയാതെ വയ്യ. മാലാഹാവിളികൾക്കും വാഴ്ത്തിപ്പാടലുകൾക്കും അപ്പുറം ഒരു ഔദ്യോഗിക ആദരം മാധ്യമരംഗത്തെ ഒരു പ്രധാന സ്ഥാപനം കേരളത്തിലെ ആദ്യ മലയാള ന്യൂസ് ചാനൽ നൽകിയപ്പോൾ അത് തീർച്ചയായും ഒരു വഴിത്തിരിവായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ ലോകത്തിൻ്റെ ചുരുക്കം രാജ്യങ്ങളിലേ ഉള്ളൂ ഇന്ത്യയുടെ പരമാധികാരിയായ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി മറ്റ് പല മേഖലകളൊന്നും പോലെ നേഴ്സുമാർക്ക് ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ്. ആ അവാർഡ് നൽകുന്ന രീതി തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ അവാർഡ് രീതിയോടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. ഞാൻ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിൻ്റെ ജൂറി മെമ്പറാണ്, ഫൈനൽ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള 5 പേരിൽ ഒരാളാണ്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ആ ക്ലിപ്പ്, ഷോർട്ട് വീഡിയോ ആ കമ്മിറ്റിക്ക് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സമിതിക്ക് മുമ്പ് അവതരിപ്പിക്കുകയും നമുക്ക് നഴ്സിംഗ് സമൂഹത്തിൻ്റെ അവാർഡ് എങ്ങനെ മാറ്റണമെന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് ആ വർഷത്തെ അവാർഡിൻ്റെ രീതി തന്നെ മാറി. കോവിഡ് വന്ന ശേഷമുള്ള അവാർഡുകൾ വിർച്വലായിട്ട് നൽകിയപ്പോൾ അങ്ങനെ ഒരു മോഡൽ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ അവാർഡിൻ്റെ ഒരു ശോഭ തന്നെ കുറഞ്ഞു പോയേനെ. ആ രീതിയിൽ ഇന്ത്യയിലെ മുഴുവൻ നഴ്സുമാരെയും പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ ഏഷ്യാനെറ്റിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തുടക്കങ്ങൾ നഴ്സിംഗ് കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന ആദരം വരും തലമുറയിലും ഈ രാജ്യത്ത് നിന്ന്, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിന്ന് കൂടുതൽ പേരെ നഴ്സിംഗിലേക്ക് കടന്നു വരാൻ പ്രാപ്തരാക്കും. കാരണം നഴ്സുമാരുമായിട്ട് അടുത്തിടപെടുന്നവർക്കും ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കും അറിയാം, പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. 60% അധികം ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ 60% വരുന്ന നഴ്സുമാരാണെങ്കിലും പലപ്പോഴും ചരിത്രപരമായ പല കാരണങ്ങളുണ്ട്, അതിന് സാമൂഹ്യപരമായ കാരണങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു സമൂഹത്തെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുമ്പോൾ അത് വിലമതിക്കാനാവാത്ത ഒരു കാര്യമായി മാറുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം മുതൽ കോവിഡിൻ്റെ 2ാമത്തെ വേവ് കഴിഞ്ഞതിന് ശേഷം ജോൺ ഹോപ്കിൻസ് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും TNAയും കൂടി ഒരു കാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നേഴ്സ് ആൻഡ് മിഡ്വൈസ് ഫോർ ചേഞ്ച്. ഇതിൻ്റെ ഉദ്ദേശം നേഴ്സിങ്ങിൻ്റെ വിസിബിലിറ്റി കൂട്ടിക്കൊണ്ട് നേഴ്സിംഗ് രംഗത്തേക്ക് വരുന്നവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ലോകമെങ്ങും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം നേഴ്സുമാരുടെ ഷോർട്ടേജ് കൂടി വരികയാണ്. അതുകൊണ്ട് ആ കാമ്പയിൻ്റെ മുമ്പേ നടന്ന ഒരു പക്ഷിയാണ് ഏഷ്യാനെറ്റിൻ്റെ ഈ പരിപാടി. അത് തീർച്ചയായും ഞങ്ങൾക്ക് കേരളത്തിൽ നിന്നൊരാളെന്ന നിലയ്ക്ക് എനിക്ക് തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ കാമ്പയിൻ്റെ ഭാഗമായിട്ട് പല റീജിയണൽ ലാംഗ്വേജുകൾ ഇതുപോലുള്ള പരിപാടികൾ നടത്താൻ പറ്റുമോ എന്ന് മീഡിയ ഹൗസുകളുമായിട്ട് ചേർന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ആലോചന നടക്കുന്നതേ ഉള്ളൂ. അതെങ്ങനെയാകുമെന്ന് അറിഞ്ഞില്ല. എന്തായാലും ഈ ഒരു പരിപാടി 2019 തുടങ്ങിയ പരിപാടിയുടെ തുടർച്ചയും വളർച്ചയുമാണ്. തീർച്ചയായും നഴ്സിംഗ് സമൂഹത്തിൻ്റെയും മറ്റ് അഭ്യുദയാകാംക്ഷികളുടെയും സ്പോൺസർമാരുടെയും ഒക്കെ സഹായത്തോടെ ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുവാൻ ഏഷ്യാനെറ്റിനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് ഉള്ള പിന്തുണ ഇന്ത്യൻ നഴ്സുമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വേദിയിൽ നൽകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്നലെ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന കുറേയധികം നഴ്സുമാരുമായിട്ട് അടുത്തിടപെടാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഏഷ്യാനെറ്റിന് നൽകുന്ന
ഏറ്റവും വലിയ നന്ദിയും ആദരവുമാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിന്. ഈ ചടങ്ങിന് അവതാരികയായ ജുവൽ മേരി തോമസ് ഒരു നേഴ്സിംഗ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത്ര മനോഹരമായി ഇവിടെ അവതാരകയുടെ കടമകൾ പൂർത്തിയാക്കുമ്പോൾ ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. എൻ്റെ മുമ്പിലുള്ള ഒരു ഡോക്ടറേറ്റാണ്. ഞാൻ നേഴ്സിംഗ് സമൂഹത്തിൽ നേഴ്സായി ജോലി ചെയ്ത് അധ്യാപന രംഗത്തേക്ക് കടന്ന ഒരാളാണ്. അപ്പോൾ ആ വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ചടങ്ങുകൾ നമുക്കെല്ലാവർക്കും കിട്ടുന്ന ആദരവാണ്. ഈ ചടങ്ങിനെ വിജയിപ്പിച്ച അനിൽ അടൂരിനും നേരത്തുള്ള ഏഷ്യാനെറ്റ് ടീമിനും ഇതിനെ പിന്തുണച്ച ഇവിടുത്തെ വിവിധ രംഗങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നേഴ്സിംഗ് സമൂഹത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവാർഡ് ജേതാക്കളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അവാർഡ് കിട്ടാത്തവരും ഒരേപോലെയുള്ളവരാണെന്ന് ജൂറി ചെയർമാൻ സൂചിപ്പിച്ചു. ജൂറി അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു റോയ് സാർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ മറ്റൊരു ജൂറി അംഗത്തെ പരിചയപ്പെടാം. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം കുവൈറ്റ് പ്രസിഡന്റ് ഡോക്ടർ ആമിർ അഹമ്മദ്. അടുത്തതായി അദ്ദേഹത്തെ നിറഞ്ഞ കൈയടിയോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ ആമിർ അഹമ്മദ്. Honorable Ambassador of India, Shri His Excellency Mr. C.B. George, Madam Joyce C.B., Chairman of the jury Dr. Mohan, Asianet Director Mr. Frank, Ministry of Health Representative Mrs. Reem, our Kuwaiti friends, ladies and gentlemen, Assalamu alaikum, namaskar, good evening. At the outset, let me express my gratitude and thanks to Asianet for organizing such a function. You almost excuse me, I'm having a hoarse voice because last evening we were all enjoying at the Wafra farmhouse. Nurses are a community in our society who are champions at any time, and they need to be honored and they need to be thanked at all times. As our chairman of the jury, Dr. Mohan, mentioned, as far as a doctor is concerned, nurses are our eyes, our ears, our hands and feet. Without them, we would not be able to do anything. So on behalf of the entire doctors, I express my gratitude and salute each one of you nurses who have assembled over here. Giving an award to a nurse is no easy job. Believe me, all of you deserve an award. All of you are champions. I would request the entire audience to please stand up and give a round of applause to this wonderful, wonderful, beautiful people in the human society. Please. Thank you, thank you, thank you. You know, we have been going through very difficult times. 2 years was horrendous. We still have not gone out through the COVID. We still need to take precautions. Let us all pray to God Almighty that we don't have any further waves of COVID. The nurses who have won our appreciation, our award over here, they are representing the entire nurses community and they are taking this award on behalf of the entire nursing community. COVID period was one period, at least the initial phase was very difficult, not for the disease alone, but for the psychological effects that were seen during that period. And during this very difficult period, nurses who were there right in the battlefield in the front line, they were able to communicate and give information to the near and dear ones of the affected COVID patients. A big, big salute to each one of them. With these very few words, let me express my gratitude once again to Asianet. And you know, Kuwait, one thing I have to tell you, Kuwait was at the forefront. Kuwait, not only among the GCC countries, took immediate steps of closing their borders, and they played a big leadership role in preventing the spread of COVID. And our embassy and our honorable ambassador
In this last 2 years, yeah, somebody said we are blessed. We are indeed blessed. Yes, sir. We have got a people's ambassador. Our ambassador under the Embassy of India, the Indian Doctors Forum gave 24/7 teleconsultation, lot of seminars, lot of awareness on the importance of getting immunized. Videos were released. Embassy reached out to this large 1 million expat community. We make up nearly 30% of the population over here. So we were able to reduce the burden of load on the Ministry of Health over here. We worked hand in hand. And under the stewardship of our beloved ambassador, a lot of things were done that could help reduce the apprehension and the sufferings that was faced during this COVID time. Once again, thank you, Asianet, for having invited me over here. It was wonderful being a part of the jury. Thank you, Mr. Anil, and all the others in the Asianet team. Thank you. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി കുവൈറ്റിലെ മിടുക്കരായ നഴ്സുമാരെ കണ്ടെത്താനുള്ള ഞങ്ങളുടെ യാത്രയിൽ അമേരിക്കയിൽ നിന്നുമുള്ള നമ്മുടെ പ്രിയങ്കരിയായ ജൂറി മെമ്പർ, അമേരിക്കയിലെ പെൻസിൽവാനിയ സ്റ്റേറ്റ് ബോർഡ് ഓഫ് നഴ്സിംഗ് APN ചെയർ മിസസ് ബ്രിജിത്ത് വിൻസെന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ ബ്രിജിത്ത് മാമിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Honorable Ambassador C.V. George, Mrs. Joyce C.B., Asianet Director Frank P. Thomas, Jury Chair Dr. Mohan Thomas, Dr. Roy Paulos, and all the Dr. Amir Abdul, and all the guests, ladies and gentlemen, and my fellow nurses, good evening. I am not a public speaker or an artist. I am a caregiver. I am proud to say I am a nurse for last 42 years. It is my great pleasure to be here with you to celebrate the Asianet Nursing Excellence Award ceremony. My name again is Bridget Vincent. I am a nurse practitioner and also working for the Department of State Board of Nursing in Pennsylvania under Governor Wolf. കേരളത്തിലെ ഇന്നത്തെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിസ്ഥാനമിട്ടത് പ്രവാസി നഴ്സുമാരാണ് എന്നുള്ളതിന് സംശയമില്ല. Yet, very seldom we hear about a nurse being recognized, especially in a world stage. I thank Asianet for their novel idea of recognizing our nurses. Nobody works harder mentally, physically, and emotionally, at the same time taking care of their family, children, and the nation. Especially during the COVID pandemic. Being a nurse itself is a higher calling from God. Being selected to be the best of the pack is really awesome. At this time, a very special thanks to the Asianet Director, Frank P. Thomas, Jury Chair, Mr. Mohan Thomas, and other juries. Also, the Asianet News team. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട്, കൊച്ചിയിലെ എയർപോർട്ടിൽ നിന്നും യാത്ര ചെയ്യുന്ന പ്രവാസികളുടെ ഇടയ്ക്ക് ഒരു മനസ്സുകൊണ്ടെങ്കിലും മുൻ മുഖ്യമന്ത്രി കരുണാകരനെ ഓർക്കുമെന്ന്. അതുപോലെ അവിടെ നിന്നും പുറപ്പെടുന്ന എല്ലാ നേഴ്സുമാരുടെ മനസ്സിലെങ്കിലും ഓർക്കണം മിസ്റ്റർ അനിൽ അടൂറിൻ്റെ നേഴ്സിംഗ് രംഗത്തുള്ള മാറ്റങ്ങൾക്ക് വഹിച്ച പങ്ക്. 2008 അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ നേഴ്സുമാരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങളും ഞങ്ങൾ സംസാരിച്ചു. പിന്നെ കണ്ടത് കണ്ണാടി എന്ന പ്രോഗ്രാമിൽ കൂടി ഓരോരോ നേഴ്സുമാരുടെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നതാണ്.
ആ കാലഘട്ടത്തിൽ ഡൽഹിയിൽ നിന്ന് മുൻ കേന്ദ്രമന്ത്രിയുടെ ഭാര്യ ഉഷ കൃഷ്ണകുമാർ, ലൈല പീറ്റർ എന്നിവരും മാറ്റങ്ങൾക്ക് വേണ്ടി മുറിവിളി കൂട്ടിയിരുന്നു. എന്നാൽ ഏഷ്യാനെറ്റ് ആ ദൗത്യം ഏറ്റെടുത്തപ്പോഴാണ് കേരളത്തിലെ സാധാരണ നേഴ്സുമാരെ പോലെയുള്ളവരുടെ പ്രശ്നങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞത്. അതിനുശേഷം പല പല മാറ്റങ്ങളും നേഴ്സിംഗ് സമൂഹത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഉണ്ടായി. അവരുടെ ബേസിക് സാലറി ഉയർത്തി, അതുപോലെ തന്നെ അവരുടെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് പിടിച്ചു വയ്ക്കുക എന്നുള്ള പരിപാടി നിർത്തി. അതുകൊണ്ട് കൂടുതൽ നേഴ്സുമാർക്ക് കൂടുതൽ ജോലി അന്വേഷിച്ചു പോകാനും പുറം രാജ്യങ്ങളിലേക്ക് പോകാനുമുള്ള സൗകര്യം ഉണ്ടായി. The founder of nursing profession is Florence Nightingale. He is the modern nursing founder. അതുപോലെ കേരളത്തിലെ നേഴ്സുമാരുടെ ഫ്ലോറൻസ് നൈറ്റിംഗലാണ് മിസ്റ്റർ അനിൽ അടൂർ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. കുവൈറ്റിൽ ഏഷ്യാനെറ്റിൻ്റെ ഈ പ്രവർത്തനം ഏകോപിപ്പിച്ച മിസ്റ്റർ നിക്സൺ ജോർജിനും പ്രത്യേകം നന്ദി. മലയാളിയുടെ സ്വകാര്യ അഭിമാനമായ ഏഷ്യാനെറ്റ്, നമ്മുടെ സ്വന്തം അംബാസിഡർ, മലയാളത്തിലെ പ്രഗത്ഭരായ നേഴ്സുമാർ, ഒരു നേഴ്സും ഫേമസ് റൈസിംഗ് ഫിലിം സ്റ്റാർ ആൻഡ് ടുഡേ അവർ ആങ്കർ ജുവൽ മേരി, എല്ലാം കൂടി വായിക്കുമ്പോൾ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് ഇന്ന്. താങ്ക് യു ഏഷ്യാനെറ്റ് for giving me an opportunity to be a part of this program. Thank you. Nandi, namaskaram. Thank you, ma'am. Thank you so much for your inspiring words. അടുത്തതായി ഈ വേദിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഒരുപാട് ഓർമ്മകളിൽ ജ്വലിക്കുന്ന മനോഹരമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നഴ്സുമാരെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ച് കാണാറുള്ള വാക്കുകളാണ് മാലാഖമാർ, പോരാളികൾ, നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരെന്നെല്ലാം. ഈ നിസ്വാർത്ഥമായ സേവനം എന്നതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു പ്രതിഫലനമാണ് മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുക എന്നുള്ളത്. മഹാമാരിക്കെതിരെ മനുഷ്യരാശി ഉയർത്തുന്ന പോരാട്ടത്തിലെ നിർണായക സാന്നിധ്യമായവർ, മനുഷ്യനെ സേവിക്കുവാൻ നല്ല മനസ്സിനുടമയായവർക്ക് മാത്രമേ കഴിയൂ. സ്വന്തം ദുഃഖങ്ങൾ മറന്ന് അപരൻ്റെ മനസ്സിനെ ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോകവേ പാതി വഴിയിൽ പൊലിഞ്ഞു പോയ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അതിലൊത്തിരി നഴ്സുമാരുണ്ട്. കുവൈറ്റിൽ മാത്രം നമ്മളെ വിട്ടുപിരിഞ്ഞത് 14 മലയാളി നഴ്സുമാരാണ്. അവരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിങ്ങളുടെ മുന്നിൽ കൊടുത്തിരിക്കുന്ന തിരികൾ, ഇതുപോലെയുള്ള തിരികൾ നിങ്ങളുടെ ടേബിളിലുണ്ട്, അത് തെളിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ആ തിരികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞ എല്ലാ നഴ്സുമാരെയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ആ വലിയ പോരാളികളുടെ സ്മരണയെയും ചേർത്ത് പിടിച്ച് പ്രജ്വലമായ ഈ നിമിഷങ്ങളെ ആദരവോടെ സമീപിക്കാം. എല്ലാവരെയും I request all of you to stand up with the candles kept on the tables, and we have a switch underneath that. You can light it up. Now the lights will go off. Everybody, raise the candles in your hands in remembrance of those wonderful warriors of fellow nurses. നിങ്ങൾ ഓരോരുത്തരും ചെയ്ത നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക്, നമ്മളെ പിരിഞ്ഞുപോയ ഓരോ നഴ്സുമാരുടെയും ഓർമ്മകൾക്ക് മുൻപിൽ ഇനി വളർന്നു വരുന്ന നഴ്സിംഗ് തലമുറയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രചോദനത്തിന് മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് ഈ തിരികൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം സ്നേഹത്തോടെ ആദരവോടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ടവരാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. കൂടുതൽ നിങ്ങളുടെ സേവനത്തിന് വേണ്ടി ഞങ്ങൾ ഹൃദയപൂർവ്വം കാത്തിരിക്കുന്നു. ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സുമാർക്കും അങ്ങേയറ്റം സ്നേഹം, ആദരം.
നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറയുന്ന ആ മൺമറഞ്ഞു പോയ മുഖങ്ങളെ ഒരിക്കൽ കൂടെ ആദരിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. നൗ വി ഓൾ ക്യാൻ സിറ്റ് ഡൗൺ. ആസ് വി ഓൾ നോ, 5 വിഭാഗങ്ങളിലായാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നഴ്സിംഗ് എക്സലൻസ് അവാർഡ്സ് കുവൈറ്റ് എഡിഷൻ നമ്മൾ ഒരുക്കിയിരുന്നത്. പക്ഷേ യൂത്ത് ഐക്കൺ വിഭാഗത്തിലേക്ക് നോമിനേഷൻസ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ആ കാറ്റഗറി നമ്മൾ ഒഴിവാക്കിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ കോവിഡ് വാരിയേഴ്സ് ആയിരുന്ന കോവിഡ് യോദ്ധാക്കളെ വേണം ആദ്യം ആദരിക്കാനെന്ന തീരുമാനത്തിൽ നമ്മൾ നമ്മുടെ പുരസ്കാരദാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അവർ ഫസ്റ്റ് കാറ്റഗറി കോവിഡ് വാരിയർ. കഴിഞ്ഞ 2 വർഷം നമ്മൾ ഓരോരുത്തരും മറക്കാൻ ആഗ്രഹിക്കുന്ന നാളുകളാണ്. എന്നാൽ ഒരിക്കലും മറക്കാതെ ഹൃദയത്തിൽ കുടിയിരുത്തി പൂജിക്കേണ്ട ഒരു കൂട്ടരുണ്ട്, ഈ ഒരു കോവിഡ് വാരിയേഴ്സ്. അവരുടെ കർമ്മ മേഖലയിൽ സജീവമായ എല്ലാ നഴ്സുമാരെയും കൂപ്പുകൈകളോടെ വണങ്ങുന്നു. നമുക്ക് ഈ ഒരു പുരസ്കാരദാന ചടങ്ങിലേക്ക് കടക്കാം. ആദ്യമായി നമ്മുടെ കാറ്റഗറിയായ കോവിഡ് വാരിയേഴ്സിനെ ആദരിക്കുന്നതിന് വേണ്ടി I would like to welcome our dignitaries. First of all, Mr. Arun Raghavan, Asianet News Middle East Bureau Chief. I'd like to welcome him onto the stage. Let's give a huge round of applause and welcome Mr. Arun Raghavan. Next, let me welcome our beloved jury member, Mrs. Bridget Vincent, APN Chair of Pennsylvania State Board of Nursing, onto the stage. Ma'am, please come and join us. എല്ലാവർക്കും നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. നഴ്സുമാർക്ക് കിട്ടുന്ന വലിയൊരു ആദരമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. And now I'd like to welcome our Honorable Ambassador of India in Kuwait, His Excellence Mr. Sibi George and Mrs. Joyce Sibi to come and join us. യെസ്, ഇനി നമുക്ക് നമ്മുടെ കാറ്റഗറികൾ കാണാനുണ്ട്. ഏതൊക്കെ കാറ്റഗറി, ഈ ഒരു കാറ്റഗറിയിൽ ഏതൊക്കെ നോമിനേഷൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഡിയർ jury members and dignitaries, please watch the nominations for this category. ഡാർബിത് തോമസ്, കോട്ടയം പാലാ സ്വദേശി, 14 വർഷമായി കുവൈറ്റ് മുബാറക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അണ്ടർ സെക്രട്ടറിക്ക് ഡാർബിത് നൽകിയ അപേക്ഷയാണ് കോവിഡ് കാലത്ത് നാട്ടിൽ കുടുങ്ങിയ 150 മലയാളി നഴ്സുമാർക്ക് കുവൈത്തിലെത്താൻ വഴിയൊരുക്കിയത്. ദിവ്യ എസ് വിശ്വനാഥൻ, മാവേലിക്കര സ്വദേശി, 1.5 പതിറ്റാണ്ടോളമായി സഭ മെറ്റേണിറ്റി ആശുപത്രിയിൽ നഴ്സായി സേവനം ചെയ്യുന്നു. കൃത്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും നൽകി കോവിഡ് മൂലം പ്രയാസപ്പെട്ട ഗർഭിണികളിലേക്കെത്തി ആശ്വാസമായ ആരോഗ്യ പ്രവർത്തക. വിജേഷ് എം വേലായുധൻ, കോഴിക്കോട് മാവൂർ സ്വദേശി, 14 വർഷമായി അൽസബ ആശുപത്രിയിൽ നഴ്സായി സേവനം ചെയ്യുന്നു. കോവിഡിന്റെ തുടക്കം മുതൽ ഇന്നുവരെ അൽറാസി കോവിഡ് ടവർ ICUവിൽ പ്രവർത്തിക്കുന്ന വിജേഷ് 6000-ലേറെ രോഗികളെയാണ് ഇതിനകം പരിചരിച്ചത്. 500 പേർ കൺമുന്നിൽ മരിച്ചപ്പോഴും പകച്ചു നിൽക്കാതെ കർമ്മനിരതനായി. ജോബി ബേബി, കൊല്ലം കൊട്ടാരക്കര സ്വദേശി, അഹമ്മദി ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. കുവൈത്തിലെത്തി 5 വർഷം മാത്രമേ ആയുള്ളൂവെങ്കിലും തുച്ഛമായ വരുമാനത്തിന് തൊഴിലെടുക്കുന്ന വിഭാഗത്തിന് ജോബി ബ്രദറാണ്. മഹാമാരിയെപ്പോലും വകവയ്ക്കാതെ തൊഴിലിടങ്ങളിലും ലേബർ ക്യാമ്പുകളിലും മരുന്നും ഭക്ഷണങ്ങളും എത്തിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും കാവൽ മാലാഖയായി മാറിയവൻ. നമ്മുടെ നോമിനേഷൻസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. എല്ലാ പോരാളികളെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർക്ക് ആദ്യം തന്നെ നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം.
അത്രയും സ്തുത്യർഹമായ സേവനം ചെയ്തിട്ടുള്ളവരാണ് അവർ ഓരോരുത്തരും. So the dignitaries are here. I'd like to invite our jury member, Mrs. Bridget Vincent, to announce the winner. വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. So ladies and gentlemen, the COVID warrior winner Mr. Vijay M. Velayathan. Let's welcome Mr. Vijay M. Velayathan, the winner of the award category, the COVID warrior. Please welcome, sir. Huge round of applause to welcome this gentleman here. തന്റെ മനോഹരമായ പ്രവർത്തനം കൊണ്ട് ശരിക്കും ഒരു പോരാളിയായി തന്നെ ആ പോരാളിയുടെ ഗാംഭീര്യത്തോടെ വേദിയിലേക്ക് കടന്നു വരികയാണ് മിസ്റ്റർ വിജയ് എം വേലായുധൻ. കുവൈറ്റ് മലയാളികൾക്ക് അഭിമാനമായ ആദ്യത്തെ പുരസ്കാരം കോവിഡ് വാരിയർ അവാർഡ് ഏറ്റുവാങ്ങുകയാണ് നമ്മുടെ പ്രിയങ്കരനായ അംബാസഡർ ശ്രീ സിബി ജോർജ് ആൻഡ് മിസസ് ജോയ്സ് സിബിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുകയാണ് ശ്രീ വിജയ് എം വേലായുധൻ. ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. അടുത്തതായി ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ അരുൺ രാഘവനെ ഞാൻ ക്ഷണിക്കുകയാണ്. ക്യാഷ് അവാർഡ് നൽകുകയാണ് മിസ്റ്റർ വിജയ് എം വേലായുധന്. നിറഞ്ഞ കൈയ്യടി കേൾക്കാം നമുക്ക്. ഇത് നമ്മുടെ ആദരമാണ് ഇവരുടെ സ്തുത്യർഹമായ സേവനത്തിന്. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ വിജേഷ്. ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ബ്രിജിറ്റ് മാമിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ വിജേഷ് ഈ പുരസ്കാരങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. First of all, good evening all. Thank God. Thank you so much for Asianet. ഇങ്ങനെ ഈ കാണുന്ന എല്ലാ നഴ്സുമാരെയും ഇവിടെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയതിന്, ഇങ്ങനൊരു അവാർഡ് സംഘടിപ്പിച്ചതിന് ആദ്യമേ ഏഷ്യാനെറ്റിന് എൻ്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കോവിഡ് മഹാമാരിയിൽ എന്നിൽ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച അൽസബ ഹോസ്പിറ്റൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, എസ്പെഷ്യലി എൻ്റെ ഡയറക്ടേഴ്സ് മേട്ടൻ ദലാൽ, എൻ്റെ കൂടെ ശക്തിയായി അന്നും ഇന്നും ഒരുപോലെ നിന്ന എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം വളരെ ഭംഗിയായിട്ട് എനിക്ക് നിർവഹിക്കാൻ പറ്റിയത് ഈ സഭാ റീജിയനിൽ വർക്ക് ചെയ്തിട്ടുള്ള, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒത്തിരി കോവിഡ് വാരിയേഴ്സ് എൻ്റെ കൂടെയുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഈ അവാർഡ് ഞാൻ സമർപ്പിക്കുന്നു. കാരണം അവരില്ലാതെ എനിക്ക് ഈ സഭാ ഹോസ്പിറ്റൽ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഒത്തിരി ദുരിതങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാവരെയും ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും, എൻ്റെ കുടുംബം, എൻ്റെ അമ്മ, പ്രാർത്ഥനയുടെ കൂടെ നിന്നവർ, കുവൈറ്റിലെ സംഘടനാ പ്രവർത്തകർ, എല്ലാവരെയും, എയിംസ് എന്ന സംഘടനയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് അവസരം തന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ ഏഷ്യാനെറ്റിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ അവാർഡ് ഈ കുവൈറ്റിലുണ്ടായിരുന്ന എല്ലാ കോവിഡ് വാരിയേഴ്സിനും, പ്രത്യേകിച്ച് എൻ്റെ കൂടെ നോമിനേറ്റ് ചെയ്യപ്പെട്ട 4 പേർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Once again, congratulations വിജേഷ്. ഒരുപാട് വളർന്നു വരുന്ന നഴ്സസിന് വലിയ പ്രചോദനമാണ് അങ്ങയുടെ പ്രവർത്തികൾ. Thank you so much and thank you dignitaries. I request our honorable ambassador and wife to stay back for the next set of awards as well. Thank you Arun and thank you Bridget ma'am. അടുത്ത കാറ്റഗറി നഴ്സ് ഓഫ് ദി ഇയർ അവാർഡാണ്. ഈ വർഷത്തെ മികച്ച നഴ്സ് ആരായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിലൊരു തോന്നലുണ്ട്, ഞാനും ഒരു മികച്ച നഴ്സാണെന്നുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് നഴ്സിംഗ് എക്സലൻസ് അവാർഡ് കുവൈറ്റ് എഡിഷൻ ജൂറിയെ ഏറെ വലച്ച ഒരു കാറ്റഗറി കൂടിയായിരുന്നു ഇത്. കാരണം കൈക്കുഞ്ഞുങ്ങൾ അടങ്ങുന്ന കുടുംബവുമായി അകന്ന് മാസങ്ങളോളം ആശുപത്രികൾ, ലേബർ ക്യാമ്പുകൾ, കമ്മ്യൂണിറ്റികൾ കയറിയിറങ്ങി ഒരു പരിചയവുമില്ലാത്ത, ദേശവും ഭാഷയും അറിയാത്ത 10,000-ങ്ങളെ ഈ മഹാമാരി കാലത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഓരോ നഴ്സുമാരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
മികച്ച നഴ്സുമാർ തന്നെയാണ്. കുവൈറ്റിൽ ചുരുങ്ങിയത് 15 വർഷത്തെ പ്രവൃത്തി പരിചയവും നേതൃത്വ മികവുമുള്ള നഴ്സസിൽ നിന്നുമാണ് നമ്മൾ വിജയിയെ കണ്ടെത്തിയിരിക്കുന്നത്. അവസാന റൗണ്ടിൽ ഇടം നേടിയവർ ആരൊക്കെയാണെന്ന് കാണാം. ദിസ് ഇസ് അവർ കാറ്റഗറി 2 നഴ്സ് ഓഫ് ദി ഇയർ അവാർഡ്. ഷൈനി അനിൽ. ആലപ്പുഴ ഇടത്വ സ്വദേശിയായ ഷൈനി 1998 കുവൈത്തിലേക്ക് വിമാനം കയറിയത്. 22 വർഷമായി സബാസൈൻ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ആൺമേധാവിത്വത്തിൽ പ്രവർത്തിക്കുന്ന മോർച്ചറിയിൽ സ്ത്രീകളുടെ മൃതശരീരങ്ങൾ കുളിപ്പിക്കാൻ മുൻകൈയെടുത്ത വനിത. അവധി ദിനങ്ങൾ പോലും നോക്കാതെ മോർച്ചറിയിലേക്ക് എത്തിയ 600-ലേറെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ ഷൈനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയച്ചത്. അമ്പലത്തിങ്കൽ മിനി ഇട്ടിയറ. എറണാകുളം കണ്ടനാട് സ്വദേശി മിനി കുവൈത്ത് അൽജഹറ ആശുപത്രിയിൽ 30 വർഷമായി നഴ്സാണ്. ആതുര ശുശ്രൂഷ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾക്കൊപ്പം സാമൂഹ്യ മേഖലകളിലും സജീവ സാന്നിധ്യം. കോവിഡ് കാലത്ത് മരുന്നും ഭക്ഷണങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് മിനിയെ കൂടുതൽ ജനകീയ ആക്കിയത്. റോയ് കെ യോഹന്നാൻ. ആലപ്പുഴ ഐരാണിക്കുടി സ്വദേശി. 22 വർഷമായി കുവൈത്ത് ഫർവാനിയ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായി പ്രവർത്തിക്കുന്നു. കോവിഡ് രൂക്ഷമായ നാളിൽ ആശുപത്രിയിൽ അഡ്മിഷൻ കിട്ടാതെ ബുദ്ധിമുട്ടിലായ 100 കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായി. വിമാനയാത്രകൾ തടസ്സപ്പെട്ടപ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ പ്രയാസത്തിലായവർക്ക് കൈത്താങ്ങായ വ്യക്തി. റീന സാറ വർഗീസ്. എറണാകുളം പിറവം സ്വദേശി. 22 വർഷമായി കുവൈത്ത് മിനിസ്റ്ററിക്ക് കീഴിൽ ഫഹദ് അൽ അഹമ്മദ് പ്രൈമറി ആശുപത്രിയിൽ നഴ്സായി സേവനം ചെയ്യുന്നു. കോവിഡ് കാലത്ത് വിവിധ രാജ്യക്കാരായ പ്രവാസികളുടെ താമസികയിടങ്ങളിലെത്തി ശുശ്രൂഷകൾ നടത്തിക്കൊണ്ട് ശ്രദ്ധേയ പ്രവർത്തനം കാഴ്ചവെച്ച റീനയാണ് നഴ്സ് ഓഫ് ദ ഇയർ വിഭാഗത്തിൽ അവസാന റൗണ്ടിൽ ഇടം പിടിച്ച മറ്റൊരു വ്യക്തി. നമ്മുടെ കാറ്റഗറിയിലുള്ള നോമിനേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ എല്ലാവരും അതിശക്തരായിട്ടുള്ള പോരാളികളാണ് നഴ്സിംഗ് ലോകത്തു നിന്നും. ഇനി ഈ ഒരു അവാർഡ് ദാന ചടങ്ങിലേക്ക് I'd like to invite some more dignitaries. Let me invite Mr. Suraj Kumar Sridharan, Asianet News Middle East Regional Head, and also our beloved jury member and the jury member Dr. Roy K. George. Please come and join us. Huge round of applause to welcome these gentlemen onto the stage. His Excellency, the Ambassador and wife can also join them. So, I'd like to ask Dr. Roy to announce the winner, the title winner in this category of Nurse of the Year. അവതാരകയും ജൂറി ഞങ്ങൾ മുമ്പ് തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു വിലയിരുത്തലിലൂടെയാണ് ഈ അവാർഡ് വിന്നറെ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും കോവിഡ് കാലഘട്ടത്തിലെ മികച്ച സേവനങ്ങൾ, അതിനപ്പുറം അവർ നടത്തുന്ന സ്വന്തം ഡ്യൂട്ടിക്കപ്പുറം ചെയ്യുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സേവനം, ഇതെല്ലാം വിലയിരുത്തി വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി വളരെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് അവാർഡ് വിന്നറെ തിരഞ്ഞെടുത്തത്. തീർച്ചയായും നേഴ്സ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് മിസ്സസ് ഷൈനി അനിൽ ജേക്കബ്. Congratulations, Mrs. Shiny Anil Jacob. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും ഒരുപോലെ ബഹുമാനത്തിന് അർഹരാണെന്ന് തെളിയിച്ച വളരെ മനോഹരമായ നഴ്സിംഗ് സേവനം ചെയ്ത ഒരു ഗംഭീര ജീവിതത്തിനുടമയാണ് മിസ്സസ് ഷൈനി അനിൽ ജേക്കബ്. Congratulations to the winner. നമ്മുടെ പ്രിയപ്പെട്ട
അംബാസഡറിൽ നിന്നും ഭാര്യയിൽ നിന്നും ഇപ്പോൾ ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. ഹിസ് എക്സലൻസ് സിബി ജോർജ് ആൻഡ് ജോയ് സിബി വിൽ പ്രസന്റ് ദിസ് അവാർഡ് ടു ഷൈനി മാം. Such an honor, such a proud moment. Now I request Mr. Suraj Kumar Sridharan to present the cash award. Congratulations to the winner. അടുത്തതായി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ഡോക്ടർ റോയ്ക്കി ജോർജിനെ ഞാൻ ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈയടി കേൾക്കാം ഈ സദസ്സിൽ നിന്നും. ഈ അംഗീകാരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. Congratulations, Shiny ma'am. Mrs. Shiny Anil Jacob, the winner of the category Nurse of the Year. നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കും. ഗുഡ് ഈവനിങ് ടു ഓൾ. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ഞങ്ങളെ ആദരിക്കുവാനായി ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ഏഷ്യാനെറ്റിനോടും അതിൻ്റെ സംഘാടകരോടും നന്ദി പറയുന്നു. ബൈബിളിൽ ഒരു വചനമുണ്ട്, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പല സമയത്തും ഞാൻ തകർന്നു പോയ അവസരങ്ങളിലുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തോട് എന്നും കടപ്പെട്ട് എനിക്ക് ശക്തി നൽകി എന്നെ മുന്നോട്ട് നയിച്ചു. അതിൻ്റെ പിന്നിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ആദ്യമേ തന്നെ എൻ്റെ കുടുംബത്തോട് ഞാൻ നന്ദി പറയുന്നു. ഏത് പാതിരാത്രിക്കും ഏതു സമയവും എൻ്റെ കൂടെ ഓടിയെത്തുന്ന എൻ്റെ ജീവിത പങ്കാളി, ഒരിക്കലും അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ പോയി എന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ലാത്ത 2 ആൺകുട്ടികൾ അവർ നാട്ടിലാണ്. അതുപോലെ തന്നെ ഇവിടെ ആത്മീയമായി ഉള്ള സംഘടനയാണ് SMCA. ഞാനിവിടെ വന്ന സമയം മുതൽ ആർക്കും എന്തും ചെയ്യുവാൻ ആ സംഘടനയിലൂടെ എന്നെ മുന്നോട്ട് വളർത്തി. പിന്നീട് ആത്മീയമായി എന്നെ ഉയർത്തിയത് നഴ്സസ് മിനിസ്ട്രിയാണ്. അതൊരു ആത്മീയ കൂട്ടായ്മയാണ്. അതിലൂടെ ആര് മരിച്ചാലും ആര് എന്താവശ്യമുണ്ടെങ്കിലും ഈ കോവിഡ് കാലത്ത് ഓടിയെത്തുവാൻ ഒത്തിരി കൂട്ടുകാരെനിക്കുണ്ടായിരുന്നു. അതിലുപരി എൻ്റെ ശക്തിയും ബലവുമായ ഈശോയും. ഞാൻ എപ്പോഴും മാതാവിനോട് ഒത്തിരി ഭക്തിയുണ്ട്. എപ്പോഴും എനിക്കൊരു ശക്തി തന്നത് പരിശുദ്ധ അമ്മയാണ്. ഈ അവസരം എനിക്ക് വേണ്ടി തന്ന ഏഷ്യാനെറ്റിനോടും ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളോടും എൻ്റെ നന്ദിയും കടപ്പാടുമുണ്ട്. ഞാൻ മരണം വരെ എല്ലാവർക്കും വേണ്ടി ജാതി മതഭേദം ഞാൻ നോക്കാതെ ഓടും എന്ന് ഉറപ്പ് തരുന്നു. എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ആമേൻ. Thank you, ma'am. Thank you so much. Congratulations once again. Thank you so much. I request all the dignitaries to stay back for some while. So please, Suraj sir, please stay back. കാരണം ഈ ഒരു കാറ്റഗറിയിൽ മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. വളരെ ശക്തമായൊരു മത്സരം, അല്ലെങ്കിൽ ഒരു വിജയിയെ തിരഞ്ഞെടുക്കാൻ തന്നെ ഒരുപാട് സമയമെടുത്ത ശ്രമകരമായ ഒരു പ്രവൃത്തിയായിരുന്നു ഇത്. പക്ഷേ ഇതിൽ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് കൂടിയുണ്ട്. ആ അവാർഡ് ജേതാവ് ആരാണെന്നുള്ളത് ഡോക്ടർ റോയ്ക്കി ജോർജ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജഡ്ജിമെൻ്റ്, ഒരു വിധി നിർണ്ണയമായിരുന്നു ഞങ്ങൾക്ക് നടത്തേണ്ടി വന്നത്. ഒന്നിനോടൊന്ന് മെച്ചമുള്ള മത്സരാർത്ഥികൾ ആർക്ക് കൊടുക്കും ആർക്ക് കൊടുക്കാതിരിക്കും എന്നുള്ള വിഷമത്തിൽ അവസാനം എന്തായാലും മാനേജ്മെൻറ്റിൻ്റെയും പ്രത്യേക അനുമതിയോടെ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് കൊടുക്കാൻ അനുവാദം കിട്ടി. അത് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് മാനേജ്മെൻറ്റിനോട് നന്ദി പറയുന്നതിൻ്റെ പേരിൽ ഇത് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നഴ്സിംഗ് മേഖലയ്ക്ക് പുറത്തോട്ട് സേവനം വ്യാപിക്കുന്ന എല്ലാ നേഴ്സുമാർക്കുമുള്ള അംഗീകാരമായിട്ട് കണക്കാക്കുക 2 അവാർഡുകൾ ഈ രീതിയിൽ വരുന്നത്. ദി സ്പെഷ്യൽ ജൂറി അവാർഡ് ഗോസ് ടു ശ്രീ റോയ് കെ യോഹന്നാൻ. Congratulations, Mr. Roy K. Yohanan, for winning the Special Jury Award in the category Nurse of the Year. Let's hear a huge round of applause and welcome this gentleman. I request our Honorable Ambassador and his wife Joy Sibi to present the award to Mr. Roy K. Yohanan in the category Nurse of the Year. The special jury mentioned
request Mr. Suresh Kumar Sridharan to present the cash award. നമുക്ക് കൈയടികൾക്ക് ഒരു ക്ഷാമം വേണ്ട കേട്ടോ, നിറഞ്ഞ കൈയടി കൊടുത്തോളൂ. Along with that, Dr. Roy K. George will now present the certificate. Congratulations, Mr. Roy K. Yohanan once again. ഈ ഒരു സ്പെഷ്യൽ ജൂറി പരാമർശം നഴ്സ് ഓഫ് ദി ഇയർ കാറ്റഗറിയിൽ സ്വന്തമാക്കിയതിന് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീ റോയ് കെ യോഹനാൻ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. കൊറോണ വൈറസ് മാനവരാശിയെ ഒരു കയ്യകലം ദൂരെ നിർത്തിയപ്പോൾ ഒരു മനസ്സോട് ഞങ്ങൾ നഴ്സിംഗ് സഹോദരങ്ങൾക്ക് കോവിഡിനെ നേരിടുവാൻ ശക്തി പറന്ന തമ്പുരാന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ അവാർഡ് ഞങ്ങൾക്ക് നൽകിയ ഏഷ്യാനെറ്റിന് ഹൃദയം നിറഞ്ഞ നന്ദിയെ അറിയിക്കുന്നു. കോവിഡ് സമയത്ത് പൊലിഞ്ഞുപോയവരുടെ കുടുംബാംഗങ്ങളെയും ഇപ്പോഴും ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചെറിയ പ്രായം മുതൽ നഴ്സിംഗ് പ്രൊഫഷനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നാളിതുവരെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞു എങ്കിൽ അതെൻ്റെ സഹപ്രവർത്തകരും എൻ്റെ സുഹൃത്തുക്കളും ഒപ്പം നിന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അവാർഡ് തികഞ്ഞ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ റോയ് കെ യോഹനാൻ. ആൻഡ് നിങ്ങളെല്ലാവരും തീർച്ചയായും വലിയ ഒരു പ്രചോദനമാണ് ഈ വേദിയിൽ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഡിഗ്നിറ്ററീസ്. യു ക്യാൻ സ്റ്റെപ്പ് ഡൗൺ ആൻഡ് ഗെറ്റ് ബാക്ക് ടു യുവർ സീറ്റ്സ് ബിക്കോസ് വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ വേദിയിലേക്ക് കുവൈറ്റിൽ നിന്നുമുള്ള ഒരു പിടി കലാകാരികൾ അതിമനോഹരമായൊരു പെർഫോമൻസുമായി കടന്നു വരുന്നു. എല്ലാവരും ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാണാൻ റെഡി അല്ലേ? അല്ലേ? കം ഓൺ കുവൈറ്റ്! നിറഞ്ഞ കൈയടിയോടെ നിങ്ങളുടെ സഹപ്രവർത്തകർ കലാകാരികൾ അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദം. झम तक झम तज्झम तद्दित्ताम आम ताम ताम दित् तरिकिड तक झम तक झम तज्झम तद्दित्ताम आम ताम ताम दित् तरिकिड तक झम तक झम तज्झम तद्दित्ताम आम ताम ताम दित् तरिकिड तक झम तक झम तज्झम तद्दित्ताम आम ताम ताम दित् तरिकिड तक झम तक झम तज्झम तद्दित्ताम आम ताम ताम दित् तरिकिड तक झम तक झम तज्झम तद्दित्ताम आम ताम ताम दित् तरिकिड तक झम तक झम तज्झम तद्दित्ताम आम ताम ताम दित् तरिकिड तक झम तक झम तज्झम तद्दित्ताम आम ताम ताम दित् तरिकिड तक झम तक झम तज्झम तद्दित्ताम आम ताम ताम दित् तरिकिड तक झम तक
തക്കജം തജ്ജം തദ്ദിത്താം ആം താം താം ദിത് തരികിട തകത ജം തക്കജം തജ്ജം തദ്ദിത്താം ആം താം താം ദിത് തരികിട തകത ജം തക്കജം തജ്ജം തദ്ദിത്താം ആം താം താം ദിത് തരികിട തക ಶ್ರೀಕರ ಸತ್ಯ ವಶೀಕರ ದೀನ ದಯಾಕರ ಕಾಂತಿ ದಿವಾಕರ ರೂಪ ಸುಧಾಕರ ಗುಣರತ್ನಾಕರ ನೀಕು ಪ್ರಖ್ಯತು ಪರಾಕು ಪ್ರತಾಪ ರಾಮ ಸದ್ಗುಣಧಾಮ ತತ್ತುಂ ತರತ್ತ ಗಿಣ್ಣ ತಕ್ಕ ತದ್ದಿ ಗಿಣ್ಣ ತುಂ ತಿತ್ತುಂ ತರತ್ತ ಗಿಣ್ಣ ತಕ್ಕ ತದ್ದಿ ಕಿಟ್ಟ ತುಂ ಶ್ರೀಕರ ಸತ್ಯ ವಶೀಕರ ದೀನ ದಯಾಕರ ಕಾಂತಿ ದಿವಾಕರ ರೂಪ ಸುಧಾಕರ ಗುಣರತ್ನಾಕರ ನೀಕು ಪ್ರಖ್ಯತು ಪರಾಕು ಪ್ರತಾಪ ರಾಮ ಸದ್ಗುಣಧಾಮ ತತ್ತೋಂ ತರತ್ತ ಗಿಣ್ಣ ತಕ್ಕ ತದ್ದಿ ಗಿಣ್ಣ ತುಂ ತಿತ್ತೋಂ ತರತ್ತ ಗಿಣ್ಣ ತಕ್ಕ ತದ್ದಿ ಗಿಣ್ಣ ತುಂ ತಜಂ ತಕಜಂ ತಜಂ ತದ್ದಿತ್ತಾಂ ಆಂ ತಾಂ ತಾಂ ದಿತ್ ತರಿಗಿಡದಗ ತಜಂ ತಕಜಂ ತಜಂ ತದ್ದಿತ್ತಾಂ ಆಂ ತಾಂ ತಾಂ ದಿತ್ ತರಿಗಿಡದಗ ತಜಂ ತಕಜಂ ತಜಂ ತದ್ದಿತ್ತಾಂ ಆಂ ತಾಂ ತಾಂ ದಿತ್ ತರಿಗಿಡದಗ ಜಂ ತರಿಗಿಡದಗ ಜಂ ತರಿಗಿಡದಗ ಜಂ. അതിമനോഹരമായ ആ പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത് മിനു ജയകൃഷ്ണൻ ആൻഡ് ടീമാണ്. ആ കലാകാരികൾക്ക് നിറഞ്ഞ ഒരു കൈയടി കൊടുക്കാമോ? താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് കടക്കുകയാണ്. അതിമനോഹരമായ ഈ പുരസ്കാരദാന ചടങ്ങിൽ നമ്മൾ കടക്കുന്ന നെക്സ്റ്റ് കാറ്റഗറി ഇസ് ബെസ്റ്റ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ. നമുക്കറിയാം, ഒരു ആശുപത്രിയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത് അവരുടെ ഭരണസാരഥ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. രോഗി പരിചരണമായാലും നഴ്സുമാരെ വിന്യസിക്കുന്നതായാലും ആശുപത്രിയുടെ സൽപ്പേരിന് പിന്നിലും എല്ലാം ആ വ്യക്തി തന്നെയാവും. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയെ കണ്ടെത്തുകയാണ് ഇനി ഫൈനൽ റൗണ്ടിൽ ഇടം നേടിയ മികച്ച പോരാളികളായ നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ഡാർലി വർഗീസ്, തിരുവല്ല പുല്ലാട് സ്വദേശി. 29 വർഷമായി ഡാർലി കുവൈത്തിൽ നഴ്സായി സേവനം ചെയ്യുന്നു. രാജ്യത്തെ ഏക ക്യാൻസർ സെന്ററായ കുവൈറ്റ് ക്യാൻസർ കൺട്രോൾ സെന്ററിൽ 22 വർഷമായി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആണ്. പാലിയേറ്റീവ് കെയർ, കീമോതെറാപ്പി, ഡേ കെയർ അടക്കമുള്ള യൂണിറ്റുകൾ തുടങ്ങുന്നതിന് മുൻകൈയെടുത്തു. ദില്ലി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ഡാർലിയുടെ കീഴിൽ ഇന്ന് വിവിധ രാജ്യക്കാരായ 300ഓളം നഴ്സിംഗ് സ്റ്റാഫുകൾ തൊഴിലെടുക്കുന്നുണ്ട്. സുജ ലജി ജോസഫ്, ആലപ്പുഴ മേൽപ്പാടം സ്വദേശി സുജ 25 വർഷം മുൻപാണ് കുവൈത്തിൽ നഴ്സിംഗ് ജോലി ആരംഭിച്ചത്. മെഡിക്കൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ ഡിസേബിൾ, മിനിസ്ട്രി ഓഫ് പബ്ലിക് അതോറിറ്റിയിൽ സൂപ്പർവൈസർ, നഴ്സ് മാനേജറായി പ്രവർത്തിക്കുന്നു. വിവിധ രാജ്യക്കാരായ നഴ്സിംഗ് സ്റ്റാഫുകളെ ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കഴിവ് തെളിയിച്ച ജീവനക്കാരി. ദില്ലി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയായിരുന്ന സുജ, 'സുജ' 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 '
ജോൺ തൊടുക. കോട്ടയം പാലാ സ്വദേശി. കുവൈറ്റ് സെന്റർ ഫോർ മെന്റൽ ഹെൽത്തിൽ 28 വർഷമായി സേവനം ചെയ്യുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ഹെഡ് നഴ്സ് വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച ജോൺ നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ കാറ്റഗറിയിൽ അവസാന റൗണ്ടിൽ ഇടം നേടിയ മൂന്നാമൻ. So we have seen our nominees. Now to do the honors, I'd like to request the dignitaries to come and join me on stage. Let me invite Mr. Nixon George, Connections Media, Asianet News, Kuwait franchisee. Mr. Nixon, please come and join us. The jury member, Dr. Amir Ahmed. Please welcome Dr. Amir Ahmed. And also His Excellency, Mr. Sibi George and Mrs. Joyce Sibi to come and join us. നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ വളരെ പവർഫുൾ ആയ എന്നാൽ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയാണത്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് ഇതിലേറ്റവും മികച്ച നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. And let's see who the winner is. I request our jury member Dr. Amir Ahmed to announce the winner. Being a nursing administrator is no easy job. And all the three who have qualified, they have years, many years of experience. They do, each one of us, an Indian nurse, being in an administrative position here in Kuwait, speaks volumes about their capabilities. So each one of them is a champion, each one of them is a winner. We at the jury meeting had a very difficult time selecting one. We would land in trouble, and the chairman would rebound it back to us. Go, do a second sitting. And after much deliberation, the fight was very close, my dear friends. Mrs. Suja Laji Joseph. Please welcome the winner of the category, Nursing Administrator Award, Mrs. Suja Laji Joseph. Congratulations, ma'am. Let's hear a huge round of applause to this wonderful lady coming here onto the stage, for her great leadership, for the inspiration she has given to the community. The award for the Nursing Administrator goes to Mrs. Suja Laji Joseph. Now I request the Ambassador, His Excellency Sibi George and Mrs. Joyce Sibi, to give the award to Mrs. Suja Laji Joseph. Let's hear a huge round of applause, ladies and gentlemen. Don't hesitate to clap. Put your hands together. These are all real winners, the warriors of our community. Now I request Mr. Nixon George to hand over the cash award. Congratulations once again, Mrs. Suja ma'am. I request Dr. Amir Ahmed to hand over the certificate. Once again, congratulations, Suja ma'am. അങ്ങേയറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ ഈ ഒരു ഗ്യാതറിങ്ങിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി സുജ മാമിനെ ഞാൻ ക്ഷണിക്കുകയാണ്. Good evening, respected all. His Excellency Sir C.B. George, dignified guests, and respected all. It's a great moment of honor for me today to stand before you to accept this award. And I'm really out of words to express my feelings. Such a day was never ever in my dreams, in my wildest dreams. It was not there. So today I want to thank all who helped me to come to this stage to accept this reward with pride. And it's a great privilege for me to stand before you. And I thank God Almighty at the first, Asianet, all the jury members, my co-workers, and most importantly, my family who helped me to go through all this way. Nursing, as we all know, it's a
profession which demands high dedication, utmost hard work, and love for humanity. And there are thousands and thousands of nurses who are working all around the world who deserve this appreciation. And such a huge recognition from such an esteemed organization like Asianet, it will serve as, I hope, it will serve as a motivation and encouragement for all those who are in this profession. And I promise to give this prize reward, prize money to the COVID warriors who have lost their lives during this fight, and those who are in need. Thank you. Thanks a lot. Thank you, ma'am, and congratulations for your great leadership and your kind heart. Thank you so much. Thank you, dignitaries, for doing the honors. I request our ambassador and wife to stay back for the next set of awards as well. അടുത്ത പുരസ്കാര കാറ്റഗറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. The next category is Lifetime Achievement Award. നാലര പതിറ്റാണ്ട് മുൻപേ നമ്മുടെ നഴ്സുമാർ ഗൾഫ് കുടിയേറ്റം ആരംഭിച്ചിരുന്നു. കുവൈറ്റ് യുദ്ധകാലത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പോരാട്ട മുഖത്ത് അണിനിരുന്നവരിൽ പലരും ഇന്നും ഈ നാട്ടിലുണ്ട്. ഈ രാജ്യം അവരെ നേരത്തെ ആദരിച്ചിട്ടുണ്ടെങ്കിലും മലയാളം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ദൃശ്യ മാധ്യമ സ്ഥാപനം ഇതാദ്യമായാണ് വർഷങ്ങൾക്ക് മുൻപേ കടൽ കടന്നു വന്ന് തങ്ങളുടെ പ്രവൃത്തിയും പ്രയത്നവും മൂലം നമ്മുടെ നാടിൻ്റെ പേര് ഉയർത്തിപ്പിടിച്ച മുതിർന്ന നഴ്സുമാരെ ആദരിക്കുന്നത്. കുവൈറ്റിൽ 50 വർഷത്തിന് മേൽ പ്രവർത്തന പരിചയമുള്ളവരാണ് ഈ കാറ്റഗറിയിലുള്ളത്. നമുക്ക് നോമിനേഷൻസ് കാണാം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. സജിദാമ സ്കറിയ. പത്തനംതിട്ട കല്ലൂപ്പാറ സ്വദേശി സജിദാമ 1986 ആതുര ശുശ്രൂഷ സേവന രംഗത്തേക്ക് എത്തുന്നത്. 35 വർഷമായി കുവൈത്ത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് പർവാനിയ ആശുപത്രിയിൽ നഴ്സായി പ്രവർത്തിക്കുന്നു. ഇതിൽ 34 വർഷവും സർജറി ഡിപ്പാർട്ട്മെന്റിൽ. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ഹെഡ് നഴ്സായി പ്രവർത്തിക്കുന്ന സജിദാമ പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. സാറാമ ജേക്കബ് പുത്തൻപുരയിൽ. കോട്ടയം തിരുവല്ല നിരളം സ്വദേശി സാറാമ 1981 ഒക്ടോബറിലാണ് ജോലി തേടി കുവൈത്തിലെത്തിയത്. 40 വർഷമായി അമിരി ഹോസ്പിറ്റലിൽ നഴ്സായി സേവനം ചെയ്യുന്നു. ഇതിൽ 26 വർഷവും ഹെഡ് നഴ്സ്. കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരത്ത് നിന്നും പഠനം പൂർത്തിയാക്കിയ സാറാമയാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിലേക്ക് പരിഗണിക്കുന്ന മറ്റൊരു പ്രതിനിധി. സൂസൻ ജേക്കബ് എബ്രഹാം. ആലപ്പുഴ ജില്ലയിലെ തലവടിയിൽ നിന്ന് 1978 സൂസൻ നഴ്സായി കുവൈത്തിലെത്തിയത്. 44 വർഷമായി അൽസബ ആശുപത്രിയിലെ മെഡിക്കൽ വാർഡിൽ പ്രവർത്തിക്കുന്നു. ഹെഡ് നഴ്സ്, സൂപ്പർവൈസ് തസ്തികകളിൽ 22 വർഷം. 67 വയസ്സിലും പ്രവർത്തന മേഖലയിൽ കർമ്മനിരതയായ സൂസനെ മദർ ഓഫ് സഭ എന്നാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ അടക്കമുള്ളവർ സംബോധന ചെയ്യുന്നത്. ലളിതാമ്മ ബാബു ചെറിയാൻ. എറണാകുളം വൈറ്റില സ്വദേശിയായ ലളിതാമ്മ 1983 മുതൽ കുവൈത്തിലുണ്ട്. 39 വർഷമായി അൽ സബയിലെ അഡൽട്ട് ICUവിൽ നഴ്സായി സേവനം ചെയ്യുന്നു. 85 മുതൽ സീനിയർ നഴ്സ്. 1 3 വയസ്സുള്ള 2 മക്കൾക്ക് പുറമെ മകളെ 7 മാസം ഗർഭം ധരിച്ചിരിക്കുന്ന കാലത്ത് ഭർത്താവ് അകാലത്തിൽ വിട പറഞ്ഞപ്പോൾ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് 4 പതിറ്റാണ്ടോളമായി പടപൊരുതുന്ന ലളിതാമ്മയ്ക്ക് കുവൈത്ത് അക്ഷരാർത്ഥത്തിൽ പോറ്റമ്മ നാടാണ്. So these are all our nominees. ഒരു
മനുഷ്യായുസിന്റെ പ്രയത്നമാണ് ഇവരുടെ ഈ ഒരു നോമിനേഷൻസിലൂടെ നമ്മൾ കണ്ട ആ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി ഈ ഒരു പുരസ്കാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഡിഗ്നിറ്ററീസിനെ സ്വാഗതം ചെയ്യാം. I request the ambassador and his wife to be on stage. Let me invite Mr. Frank P. Thomas, Asianet News Director, to come and join us. Along with him, Dr. Mohan Thomas, the jury chairman, to come and join us on the stage. Now I request Dr. Mohan Thomas to declare the winner in this category. Well, sorry, thank you. As my previous jury mates have told you, this selection was an impossible task. It was not easy at all. I had to ask my jury members to deliberate, and deliberate again to cut the correct person. It was not easy. In this category, you have seen these people who have given their full life to this profession. Many of them are working beyond their age and beyond their health conditions, still working in late ages. The jury has selected for the Lifetime Achievement winner as Mrs. Susan Jacob Abraham. Congratulations to our winner, Mrs. Susan Jacob Abraham, for a lifetime of service to the community and humankind. തന്റെ പ്രവർത്തന മേഖലയിൽ ഒരു മനുഷ്യായുസിന്റെ സേവനം നൽകിയ സൂസൻ ജേക്കബ് എബ്രഹാം ആണ് ഈ വേദിയിലേക്ക് വരുന്നത്. നിറഞ്ഞ കൈയടി. തന്റെ ജീവിതം കൊണ്ട് മനുഷ്യരെ സേവിച്ച അതിമനോഹരമായ ഒരു ജീവിതത്തിനുടമ മിസസ് സൂസൻ ജേക്കബ് എബ്രഹാം. പ്രിയപ്പെട്ട അംബാസഡറിൽ നിന്നും ഇപ്പോൾ പുരസ്കാരം ഏറ്റുവാങ്ങുകയായിരിക്കും. I request His Excellency Mr. Sibi George and Joyce C. Sibi to give away the award. Now I request Mr. Frank P. Thomas to give away the cash award. Mr. Frank P. Thomas will now give the cash award. Our Asianet News Director is now giving the cash award for the Lifetime Achievement Award winning Mrs. Susan Jacob Abraham. Congratulations, ma'am. And the jury chairman, Mr. Mohan Thomas, now will give the certificate. Congratulations. ഇപ്പോൾ സൂസൻ മാം നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. തൻ്റെ ജീവിതകാലം മുഴുവനും ചെയ്ത സേവനങ്ങൾക്കുള്ള ആ നിസ്വാർത്ഥതയ്ക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം. മാം പ്ലീസ്. Thank you. Good evening to all. First of all, let me thank God Almighty for giving me the health and wisdom to work for this, my second country, Kuwait, for 44 years. I came to Kuwait on 30th of December 1978 at the age of 24. And till now, I had the opportunity to work in Al Sabah Hospital, my home hospital. I had the privilege to train more than 100 Kuwaiti girls. Wow. They are all working in Kuwait as assistant directors and directors in various hospitals. Some of them are with me, they are now assistant directors, but they call me as mother. Now the present director of nursing, Mrs. Delal,
Also, she will call Mama. Never call me with my name. Whenever I enter, she will say, Mama, please come in. And I have to thank Kuwait Ministry of Health for giving me the opportunity. At the age of 65, they have extended me for another 5 years. Wow. Also, I have to thank my colleagues, all of them, who helped me to achieve up to this time to work for this beloved country. I thank Asianet team for organizing such a wonderful event. We are forgotten sometimes. We as nurses, we serve, we are warriors, we are everything, but many a times we are looked upon. I encourage more people to come and take this profession because it is a very noble profession. We need dedication. We have problems. All of us should know, our family members should know we have stress. Stress at work, stress at home, to look after the children, to bring up the children. By the way, I would like to tell you, my husband passed away 2006. All my children, 4 my children, were not in a position, they were not working. My youngest one was only 12 years. Thank God I could work for them, and also I had the privilege to serve more than 4,000 patients in different categories. Medical, coronary care unit 10 years, and then 22 years as head nurse, and also as supervisor. Thank God for giving me this opportunity, and I thank also Asianet jury team and Asianet crew members for giving me this award. Thank you. Thank you, ma'am. Congratulations once again. We also like to fondly call you Mama. അല്ലേ കുവൈറ്റിൽ എല്ലാവരും വിളിക്കുന്ന പോലെ തന്നെ ഒരു അമ്മ നിന്ന് സമൂഹത്തെ സേവിക്കുകയായിരുന്നു. നിറഞ്ഞ കൈയടി സൂസൻ മാമിന്. And I thank all the wonderful dignitaries who have graced the occasion by doing the honors. Thank you so much. Please get back to your seats. Thank you, sir. Thank you so much. അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി അതിമനോഹരമായ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. സൃഷ്ടി സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ പ്രിയപ്പെട്ട താരം വിനീത പ്രതീഷ് ഈസ് ഹിയർ വിത്ത് അസ്. നമുക്ക് വേണ്ടി അതിമനോഹരമായ ഒരു ഡാൻസുമായി വിനീത നമ്മളോടൊപ്പം ചേരുകയാണ്. നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് വെൽക്കം ചെയ്യാം വിനീത പ്രതീഷ്. ನಗುಮೋ ಓ ಮೂಗನಲೇ
ನೀನಾ ಜಾಲಿ ತಿಳಿಸಿ ನಗುಮೋ ಮೂಗನಲೆ ನೀನಾ ಜಾಲಿ ತಿಳಿಸಿ ನನು ಬ್ರೋವಾರಾಧ ಶ್ರೀ ರಘುವರ ನೀನಗುಮೋ. ನಗರಾಜ ಧರಣಿದು ಪರಿವಾರು ಹೋಗಿ ಬೋಧನ ಜೆಸೇವಾರಳುಗಾರೆ ಇದುಲುಂಡು ದುರಾನಿ ನಗುಮೋ ಮೂಗನ್ನಲೆ ನಿನಾ ಜಾಲಿ ತಿಳಿಸಿ ನನು ಬ್ರೋವಾರಾಧ ಶ್ರೀ ರಘುವರ ನೀನಗುಮೋ. What a graceful performance. നല്ലൊരു കൈഡിയേക്കാമോ? താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ജൂറി മെമ്പേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി I'd like to welcome once again His Excellency Mr. Sibi George and Joy Sibi to come and join me on stage. നമ്മുടെ പ്രിയപ്പെട്ട ജൂറിയെ ആദരിക്കാതെ ഇന്നത്തെ സായാഹ്നം നമുക്ക് പൂർത്തിയാവില്ല. താങ്ക് യു സോ മച്ച്. പ്ലീസ് സർ. ആദ്യമായി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ജൂറി ചെയർമാനെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. റിനൗൺഡ് ഓട്ടോലാറിഞ്ചോളജിസ്റ്റ് ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജൻ മിസ്റ്റർ മോഹൻ തോമസ്. ഡോക്ടർ മോഹൻ തോമസ്. നല്ല കൈഡി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഇപ്പോൾ അംബാസഡറിൽ നിന്നും ഈ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ് ഡോക്ടർ മോഹൻ തോമസ്. Next, I'd like to welcome the National President of Trained Nurses Association of India, Professor Dr. Roy Paulos. Professor Dr. Roy George. Let me invite Dr. Roy George to receive this award. Congratulations, Doctor. നമ്മുടെ പ്രിയപ്പെട്ട ജൂറി മെമ്പേഴ്സാണ്. ഇവരുടെ സഹായവും സഹകരണവും ശ്രമകരമായ പരിശ്രമവും കൊണ്ടാണ് ഇന്ന് ഈ പുരസ്കാരദാന ചടങ്ങ് ഇവിടെ സാധ്യമായിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് സാർ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സർവീസ്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡോക്ടേഴ്സ് ഫോറം പ്രസിഡന്റ് ഫ്രം കുവൈറ്റ് ഡോക്ടർ ആമിർ അഹമ്മദ്. ലെറ്റ് മീ ഇൻവൈറ്റ് ഡോക്ടർ ആമിർ ഓൺ ടു ദ സ്റ്റേജ്. Dr. Amir Ahmed, Doctors Forum President of Kuwait. Next, let me invite APN Chair, Pennsylvania State Board of Nursing, Mrs. Bridget Vincent. Congratulations, ma'am. Please come and join us. Bridget ma'am is also receiving the award from His Excellency Sibi George. Congratulations to you all. And I request, അടുത്തതായി നമ്മളൊരു വളരെ പ്രത്യേകതയുള്ളൊരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. കുവൈറ്റിലെ നഴ്സുമാരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു സുവനിയർ നമ്മളിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി മിസ്റ്റർ നിക്സനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഒരു താരമാണ്. ഈ ഒരു പുരസ്കാര ദാന ചടങ്ങിൽ ഉടനീളം നമ്മളോടൊപ്പം നിന്ന് ശ്രീ നിക്സൺ ഈ വേദിയിലേക്ക് കടന്നു വരികയായിരിക്കും. And now the ambassador,
ഈ ഒരു സുവനീർ ഇവിടെ പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ശ്രീ നിക്സൺ ജോർജിൽ നിന്നും ഈ സുവനീർ ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്യുകയാണ് ഹിസ് എക്സലൻസി സിബി ജോർജ്, the Kuwait, the Indian ambassador of Kuwait. Let's hear a huge round of applause, ladies and gentlemen. Thank you so much, gentlemen. Thank you so much for being here, gracing this occasion and doing the honors, please. Thank you so much. Let me hear a huge round of applause, extending our gratitude for their wonderful presence this evening. Thank you so much. And jury members, നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്, അല്ലേ? നിറഞ്ഞൊരു കൈയടി നമ്മുടെ ജൂറി മെമ്പേഴ്സിന് വേണ്ടി. ഇനി നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സിനെ നമ്മൾ ഒരു മെമൻറ്റോ നൽകി ആദരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി മിസ്റ്റർ സൂരജ് കുമാർ ശ്രീധരൻ, റീജിയണൽ ഹെഡ് ഏഷ്യനെറ്റ് ന്യൂസ് മിഡിൽ ഈസ്റ്റ്, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We are now going to present the mementos, a token of our appreciation and gratitude to our wonderful sponsors. First of all, I'd like to welcome Mr. Hugh Fernandez, General Manager Al Muzaini Exchange, to come forward and receive this token of appreciation from us. Congratulations, sir, and thank you so much for associating with us. Thank you so much. Next, let me invite Mr. Faisal Hamdan Al-Azmi, Chairman of Hala Medical Center, to come and receive our token of appreciation. We truly appreciate your support to this event. Congratulations, and thank you so much for associating with us once again. Now I would like to welcome Mr. Vinod, the country head of Joy Alucas, to come and receive love and token of appreciation. നമ്മുടെ ടൈറ്റിൽ സ്പോൺസേഴ്സിനെയാണ് നമ്മളിവിടെ ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. Joy Alucasന്റെ country head, Mr. Vinod, is now receiving a memento. Thank you, sir. And now, Mr. Benson Abraham, Deputy General Manager of NBTC, to come forward and receive a token of appreciation. Mr. Benson Abraham. Okay, then, that's the end of it. Thank you so much. Thank you, Suraj sir, for doing the honors. Thank you so much. അടുത്തതായി നിങ്ങൾക്ക് മുൻപിലേക്ക് നന്ദിയുടെ ഒരു വാക്ക് പറയാനുള്ള സമയമാണ്. For that also, I want Mr. Suraj Kumar Sridharan, അദ്ദേഹം തന്നെയാണ് നമ്മുടെ ഈ ഒരു വോട്ട് ഓഫ് താങ്ക്സ്, ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. So here we have Mr. Suraj Kumar Sridharan. ഔദ്യോഗികമായ നന്ദി പ്രകടനത്തിന് മുമ്പേ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഹോണറബിൾ അംബാസിഡർ ടു ഇന്ത്യ ഹിസ് എക്സലൻസി CB ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഡയറക്ടർ ആൻഡ് ബിസിനസ് ഹെഡ് മിസ്റ്റർ ഫ്രാങ്ക് പി തോമസ് ഒരു സ്നേഹോപഹാരം സമ്മാനിക്കും. അതിനുവേണ്ടി രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സർ, പ്ലീസ്. തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഇന്ത്യൻ അംബാസിഡർ ഓഫ് കുവൈറ്റ് ശ്രീ സിബി ജോർജ്, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ജോയ്സ്, ഇവർ രണ്ടുപേരും അവരുടെ ആ ഒരു ഗ്രേസ്ഫുൾ പ്രസൻസ് കൊണ്ട് ഈ സായനത്തെ ശരിക്കും ധന്യമാക്കിയിരിക്കുകയാണ്. ശ്രീ ഫ്രാങ്ക് പി തോമസിൽ നിന്നും ഈ ഒരു ഞങ്ങളുടെ സ്നേഹമാണ്, ഞങ്ങളുടെ നന്ദിയുടെ ഒരു പ്രകടനമായി ഇതിനെ സ്വീകരിക്കുക. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഇത് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഇവിടെ ഒത്തുകൂടിയ കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിലെ നേഴ്സുമാരുടെ കമ്മ്യൂണിറ്റി,
എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ 1997 ഗൾഫിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ സ്ഥാനപതികളുമായി അബുദാബിയിലെ എംബസിയിലും ദുബായിലെ കോൺസുലേറ്റിലും മറ്റ് രാജ്യങ്ങളിലെ കാര്യാലയങ്ങളിലും ഉള്ള സ്ഥാനപതികൾ അവരുമായിട്ട് നമ്മൾ നല്ല ബന്ധങ്ങൾ പുലർത്താറുണ്ട്. ഇവരൊക്കെ തന്നെ 2-3 വർഷം കഴിയുമ്പോൾ അവരടുത്ത അസൈൻമെൻറ്റുമായി മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകും. പക്ഷെ ചിലർ നമ്മുടെ ഹൃദയത്തിൽ അവിടെ ഒരു അടയാളം കുറിച്ചിട്ടാണ് പോവുക. അങ്ങനെ എനിക്കറിയുന്ന വളരെ ചുരുക്കം പേരിൽ ഒരു പ്രമുഖ സ്ഥാനത്തിന് അർഹനായ കുവൈറ്റിലെ നിങ്ങളുടെയൊക്കെ അഭിമാനം ഇന്ത്യൻ അംബാസഡർ ടു കുവൈറ്റ് ഹിസ് എക്സലൻസി ശ്രീ ഷിബി ജോർജ് മാം, ജോയ്സ് മാം, ഇവർക്ക് ഇത്രയും സമയം ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ ഒരു ചടങ്ങിൽ ഇത്രയും സമയം, വിലയേറിയ സമയം ഇവിടെ വന്ന് ചെലവഴിച്ച ഇവർക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പ്രകടിപ്പിക്കുന്നു. ഞങ്ങൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ ജൂറി കമ്മിറ്റിയെ ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന എഡിറ്റോറിയൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഗൾഫിൽ ഈ ഒരു സ്ഥാനം ഈ ഒരു കമ്മിറ്റീനെ ലീഡ് ചെയ്യാൻ ആര് ഉണ്ടാവുകയെന്ന് ഇവിടുത്തെ ഒരു എല്ലാ GCCയിലും സഞ്ചരിക്കുന്ന എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ചോദിച്ചപ്പോൾ എനിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഡോക്ടർ മോഹൻ തോമസ്, താങ്ക് യു സർ, ഞങ്ങളെ കൂടെ ഈ ഒരു ഉദ്യമത്തിൽ ഞങ്ങളെ നയിച്ചതിന് നന്ദി അറിയിക്കുന്നു. റോയ് കെ ജോർജ് സർ, ഡോക്ടർ അമീർ, ബ്രിജിത്ത് മാം and Ree ma'am from ministry, and all our sponsors, Hugh Fernandez, I know him for more than 10 years, Joel Lucas and Hala Management. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അവാർഡ് വിന്നേഴ്സിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇന്ന് ഇവിടെ കണ്ട ചടങ്ങ് നമ്മളിതാ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു 2 ആഴ്ചക്കുള്ളിൽ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ടെലികാസ്റ്റ് ഉണ്ടാവും. എല്ലാവരും കാണണം, നിർബന്ധമായിട്ട് കാണണം. ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ സംപ്രേഷണം ഉണ്ടാവും. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വെൽവിഷേഴ്സ് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുറത്ത് ഡിന്നർ സെർവ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. Hala Super Speciality Medical Center. We salute our heroes. ഒരു റെപ്രസെന്റേറ്റീവായ റീമൽ മർസൂഖിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാം, പ്ലീസ് കം. Appreciation. Thank you so much for the love and support Kuwaiti government has extended to the people of Kerala, especially to the nursing community. Thank you so much. So ladies and gentlemen, അതിമനോഹരമായ ഒരു പുരസ്കാര നിശ ഇവിടെ അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെയും നന്ദിയുടെ ഒരു വാക്കുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അറിയിക്കുന്നു. അതിമനോഹരമായ ഈ സായാഹ്നം ഇവിടെ അവസാനിക്കുന്നില്ല. The food is being served. Please enjoy. Shukran, Masalama. Goodbye. This is Jewel Mary signing off. Thank you so much and love and support to the community of nurses. Thank you. Hala Super Speciality Medical Center. We salute our heroes.
Super Speciality Medical Center, we salute our heroes. Hala Super Speciality Medical Center, we salute our heroes. Hala Super Speciality Medical Center, we salute our heroes. Hala Super Speciality Medical Center, we salute our heroes. Hala Super Speciality Medical Center, we salute our heroes. Hala Super Speciality Medical Center, we salute our heroes.